സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് പാടാമോ? ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ നിന്നുള്ള പഴയ ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ അല്പസമയം മഹത്വപ്പെടുത്താം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണശ്രയ ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചു ശുദ്ധിയായോ നീ. പൂർണ്ണശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചു ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കർത്തൻ വരവിൻ നിന്നങ്കി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ. സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ. സ്വർപ്പുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാപക്കാര ഏറ്റങ്കി നീ നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം. ജീവനീരൊഴുകുന്നു അശുദ്ധർക്ക കുളിച്ചു ശുദ്ധിയായിടുക. ജീവനീരൊഴുകുന്നു അശുദ്ധർക്കായി കുളിച്ചു ശുദ്ധിയായിടുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ.
പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സൻ പള്ളിപ്പാടിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ യോഗത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗവനത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും 20ാമത് പകലത്തെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. അതാത് സമയങ്ങളിൽ കർത്തദാസന്മാരെ കഴിഞ്ഞ 19 പകലും 20 രാത്രികളിലും അതാത് സമയങ്ങളിൽ കർത്തദാസന്മാരെ നമ്മുടെ മധ്യേ അയച്ച് വിലപ്പെട്ട ആലോചനകൾ, വിലപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ കർത്താവ് നമ്മുടെ മധ്യേ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. നമ്മുടെ ഉള്ള അവസ്ഥകളെ അറിഞ്ഞ്, ഹൃദയങ്ങളെ അറിഞ്ഞ്, എവിടെ പണിയപ്പെടണം, എങ്ങനെ പണിയപ്പെടണം, എങ്ങനെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും, എങ്ങനെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീരും, എങ്ങനെ ഒരു ഭക്തനായി തീരാൻ കഴിയും, എങ്ങനെ ഒരു ആത്മീകനായി തീരാൻ കഴിയും എന്നുള്ള ഇത്യാദികൾ നമ്മുടെ നിത്യമായ വരുവാനുള്ള തേജസ്സിനെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായി ആധികാരികമായി ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. 20ാമത് പകലും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ഹൃദ്യമായ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകലത്തെയും രാത്രിയിലത്തെയും ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും പ്രത്യേകാലുള്ള വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്താം. ഇതിനു മുമ്പ് ഈ സഭയിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ യൂത്ത് ക്യാമ്പിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മിഷൻ ചാലഞ്ച് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും അനേക യുവാക്കന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറത്ത് പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത് കാണുവാൻ, ആത്മനിറവിൽ നിറയപ്പെടുന്നത് കാണുവാൻ ഈ കണ്ണുകളാൽ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ തലമുറയിൽ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കുന്ന ഒരു യുവ സുവിശേഷകനാകിയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കോട്ടയത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ മണിപ്പുഴയിൽ കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. ഇന്ന് പകൽ നമ്മോട് ഒരുമിച്ചായിരിക്കൽ ഒത്തിരി സന്തോഷം. തുടർന്നുള്ള സമയം എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സൻ പള്ളിപ്പാട് അവരെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ അനുഗ്രഹീത പകലിൽ വാഴ്ത്തപ്പെടട്ടെ. നമുക്കൊരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസം പകൽ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഈ വലിയ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ദൈവസഭയ്ക്ക് ഏറ്റവും കരുത്തമായ ആത്മീയ നേതൃത്വം നൽകുന്ന അഭിഷിക്ത ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ എം കോശി അവരുകൾ ഈ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിട്ട് പ്രിയ കർത്തദാസിനെ കുടുംബത്തെയും ദൈവം ഉപയോഗിക്കുന്ന എല്ലാ ദൈവിക വഴികൾക്കുമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ കർത്തദാസിനോടൊപ്പം ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ ദൈവദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ് അവരുകൾ പ്രിയ ദൈവദാസിനോടും കുടുംബത്തോടും ഉള്ള ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നു. ഈ ദൈവസഭയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും ദീർഘദിവസം കർത്താവിൻ്റെ പീഠത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും ഓർത്തു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതിനു മുൻപ് ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങളുമായിട്ട് ശുശ്രൂഷിക്കുവാൻ, ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമുഖമായിട്ട് പ്രിയ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ നേതൃത്വം നടക്കപ്പെട്ട ആ ക്യാമ്പിലും ഒരുമിച്ച് പങ്കെടുക്കുവാൻ, ശുശ്രൂഷിക്കുവാനൊക്കെ കർത്താവ് തന്ന അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് ഇന്ന് പകൽ അനുഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തിയുടെ നിമിഷങ്ങളായി മാറട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെടുത്തുകളുടെ മുമ്പിലേക്ക് ഇന്ന് പകലെടുത്ത് വരാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ ഒന്ന് അടച്ചേ ദൈവശനത്തിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അധരങ്ങൾ ഒന്ന് തുറന്ന് ഇന്ന് പകൽ കർത്താവ് നമ്മുടെ ആഴത്തിൽ ഇടപെടേണ്ടതിനായിട്ട് ഒരു മാനുഷിക ശബ്ദത്തിനല്ല നമ്മളിവിടെ വന്നത്, ദൈവശബ്ദത്തിൻ്റെ ആഴത്തിലുള്ള ഇടപെടലിന് വേണ്ടിയാണ്. നമ്മുടെ അന്തരാത്മാവിനെ സ്പർശിക്കുന്ന, നമ്മുടെ ഹൃദയത്തിന് രൂപപ്പെടുത്തൽ വരുത്തുന്ന, നമ്മെ ആഴത്തിൽ തൊടുവാൻ കഴിയുന്ന ആ ദൈവവചനത്തിൻ്റെ അത്ഭുത ഇടപെടലിന് വേണ്ടി എല്ലാവരും ചേർന്നൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. വായകൾ തുറന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇത്രയും ദീർഘദിവസങ്ങൾ
അപ്പൻ്റെ പാദപീഠത്തിൽ നമ്മൾ വന്നത് അസാധാരണമായ ദൈവത്തിൽ നിന്നുള്ള ചില ദൈവിക അനുഭവങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാൾ, ഇതുവരെ നമ്മൾ അറിഞ്ഞതിനേക്കാൾ, അനുഭവിച്ചതിനേക്കാൾ അപ്പുറത്ത് ചിലത് സ്വർഗം നമുക്ക് വേണ്ടി 20-ാമത്തെ പകലും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആദരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചോ. ലഭിക്കപ്പെട്ട ദൈവകൃപയുടെ ഏറ്റവും തെളിമയാർന്ന തികവേറിയ അനുഭവങ്ങളെ ഉൾത്തടങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് ജനം ഒന്നിച്ച് ആദരങ്ങൾ തുറന്ന് 40 നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒന്നിച്ച് ജനം പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരം ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുകയാണ്. അസാധാരണമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക്, അസാധാരണമായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഇന്ന് പകൽ ജനത്തിനു വേണ്ടി വ്യാപരിക്കുന്ന പകലാ. നമ്മൾ കാണാൻ വന്നവരല്ല, നമ്മൾ അനുഭവിക്കാൻ വന്നവരാ. നമ്മൾ കേൾക്കാൻ വന്നവരല്ല, നമ്മൾ അനുഭവിക്കാൻ വന്നവരാ. നമ്മൾ വായിക്കാൻ വന്നവരല്ല, നമ്മൾ അനുഭവിക്കാൻ വന്നവരാ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സാന്നിധ്യത്തിന് ഇന്ന് പകലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവകരം ഈ അന്തരീക്ഷത്തിനകത്ത് ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ജനത്തെ തൊടുന്നത് കൊണ്ട് സ്തോത്രം. അവരുടെ ബുദ്ധിക്കും യുക്തിക്കും ചിന്തയ്ക്കും അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ കരം അവർക്ക് വേണ്ടി ഇറങ്ങി ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഇവിടെ അങ്ങയുടെ മഹത്വം അനുഭവിക്കുന്നു. ഞങ്ങൾ ഇവിടെ അങ്ങയുടെ കരത്തെ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ കരത്തിൻ്റെ വാത്ഭുത വാലിപ്പത്തെ അസാധാരണമായ ചില ആത്മാവിൻ്റെ അനുഭവങ്ങൾ ജനത്തിന്മേൽ ഇന്ന് പകൽ ദൈവം പകരണമേ. ഇന്ന് പകൽ അത്ഭുതത്തിൻ്റെ പകലായി മാറട്ടെ. ഇത് ദൈവ പ്രവൃത്തിയുടെ പകലായി മാറട്ടെ. ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ തികവിൻ്റെ പകലായി മാറട്ടെ. അന്തരാത്മാവ് ചലിക്കുന്ന പകലായി മാറട്ടെ. ബുദ്ധികൾ പരാജയപ്പെടുത്തു ദൈവശക്തി ഉത്തരം പറയുന്ന Holy Spirit. Rise me adala rabakaladia Hardhiya jana rabahatan prabhajanasmanadi. ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ഞങ്ങളുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വചനം ഞങ്ങളോട് ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണ് നമ്മൾ ഒന്നിച്ച് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. മതി, താങ്ക് യു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഗലാത്യ ലേഖനം ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഏറ്റവും ഗൗരവമായി പ്രഖ്യാപിക്കുന്ന ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിൻ്റെ ശ്രോതാക്കൾ, പ്രത്യേകിച്ച് പൗലോസ് ആത്മീകമായി ഗൈഡൻസ് കൊടുത്ത് വളർത്തിയെടുത്തൊരു സമൂഹം. പക്ഷെ പിൽക്കാലങ്ങളിൽ അവിടെ കടന്നു വന്നവർ, അവിടെ നൂഴ്ന്നു വന്നവർ, ഇവരെ യഹൂദന്മാരുടെ മതത്തിൻ്റെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഒരിക്കലൂടെ തള്ളിത്തിരുകിക്കൊണ്ട് ക്രിസ്തുവിലൂടെ പ്രാപിച്ച സ്വാതന്ത്ര്യത്തിനു വെളിയിൽ നിങ്ങൾ കർമാചാരങ്ങൾ, പരിച്ഛേദന, പെരുന്നാളുകൾ, അങ്ങനെയുള്ള ആചാരങ്ങൾ ഇതും കൂടെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ പൂർണ്ണത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ക്രൂശും ക്രിസ്തുവിൻ്റെ പരമയാഗവും അവിടുത്തെ രക്തത്തിനും അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ജൂയിഷ് ലീഗലിസം കൂടെ പാലിച്ചാൽ മാത്രമേ പൂർണ്ണത വരുത്താൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവരുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തി കളഞ്ഞു. ഇവരുടെ മനസ്സൊരു വല്ലാത്ത രീതിയിൽ കലങ്ങപ്പെട്ടു പോയി ക്രിസ്തുവുമായിട്ടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്നൊരു വാക്യം നിൽക്കുമ്പം അവിടെയാണ് പൗലോസ് ഈ ലേഖനം എഴുതപ്പെടുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, രക്ഷയുടെ പൂർണ്ണത, ആത്മനിറവിൻ്റെ ജീവിതം, ആത്മാവ് ഒരുവനിൽ വരുത്തുന്ന സ്വാതന്ത്ര്യങ്ങൾ, ഇത്യാദി കാര്യങ്ങൾ ഏറ്റവും ഗൗരവത്തോടെ പൗലോസ്
ഈ ലേഖനത്തിനകത്ത് പങ്കുവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. അതുകൊണ്ട് പൗലോസ് ഒരു വേളയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡത്തിലാണോ സമാപിക്കുന്നത്? ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിലാണോ സമാപിക്കുന്നത്? പൗലോസ് പറയുന്നത്, ആത്മാവിൽ തുടങ്ങിയെങ്കിൽ അതിൻ്റെ അവസാനം ആത്മാവിൽ തന്നെയായിരിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് തുടരണം, ആത്മാവിനെ അനുസരിച്ച് തികയപ്പെടണം. അപ്പം ആത്മനിറവിൻ്റെ ജീവിതം, ആത്മാവിലുള്ള നടപ്പ്, ആത്മാവിലുള്ള ജയം, ആത്മാവിലുള്ള അതിജീവനം, ആത്മാവിലുള്ള മുന്നേറ്റം, ആത്മാവിൻ്റെ നിയന്ത്രണത്തിലും നിയോഗത്തിനകത്തുമുള്ള ജയജീവിതം, ഇതൊക്കെയാണ് ഗൗരവമായിട്ട് പൗലോസ് ഇവിടെ പങ്കുവെക്കുവാൻ താല്പര്യപ്പെട്ടത്. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാൻ മറ്റു അധ്യായങ്ങളെയൊക്കെ വിട്ടിട്ട് 5-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ നിന്ന് വരാൻ താല്പര്യപ്പെടുക. ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ശരിക്കും ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു കൂടെയാണ്. നമ്മൾ എങ്ങനെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ അവർക്ക് മുമ്പിൽ ഏറ്റവും കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്തിന് വിളിക്കപ്പെട്ടവരാണ്? സ്വാതന്ത്ര്യത്തിന് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ ഭാഗങ്ങളൊക്കെ നോക്കുമ്പം ഇനി വർത്തമാനകാല ആത്മീയതയുമായിട്ട് നമ്മളൊന്ന് നോക്കിക്കേ. ശരിക്കും എന്താണ് ഈ ഗലാത്യ ലേഖനം ഈ കാലത്തോട് സംസാരിക്കുന്നത്? എൻ്റെ പ്രിയരെ, നമ്മളെല്ലാവരും ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുകയും അത് തുടർച്ചയായി മുൻപോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ആ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വന്നവർ അതും കൂടെ പാലിച്ചാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ ഷാറ്റേഡാക്കി കളഞ്ഞതുപോലെ ഇക്കാലത്തും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിന് വെളിയിൽ മറ്റു പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒരു മത സെറ്റപ്പിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പം ഒറ്റക്കാര്യം ചിന്തിക്കുക, ഇപ്പോഴും നമ്മൾ അടിമനുഖത്തിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അടിമനുഖത്തിനകത്ത് കുടുങ്ങിക്കിടക്കാനല്ല ക്രിസ്തു നമ്മെ വിളിച്ചത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ക്രിസ്തു നമ്മെ വിളിച്ചത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞിട്ടും എന്താണ് ആത്മസമൂഹത്തിന് സംഭവിച്ചു പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മതം വിട്ട് പുറത്തിറങ്ങി, പക്ഷെ കാലം കഴിഞ്ഞപ്പം ഇതും ഒരു മതമായി മാറിക്കൊണ്ടിരിക്കുക. മതം വിട്ട് പുറത്തിറങ്ങി, പക്ഷേ ഇതും ഒരു മത സെറ്റപ്പിനകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മതമെന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത ജൽപ്പനങ്ങൾ മതത്തിൻ്റെ ഭാഗമാണ്. ആത്മാർത്ഥതയില്ലാത്ത ജൽപ്പനങ്ങൾ മതത്തിൻ്റെ ഭാഗമാണ്. തീവ്രതയില്ലാത്ത ആത്മീയത മതത്തിൻ്റെ ഭാഗമാണ്. ബന്ധമില്ലാത്ത, റിലേഷൻഷിപ്പില്ലാത്ത സ്പിരിച്വാലിറ്റി മതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്ത് സംഭവിച്ചു? ആത്മാർത്ഥതയില്ലാത്ത ജൽപ്പനങ്ങൾ നമ്മളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. തീവ്രതയില്ലാത്ത ആത്മീയത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവുമായിട്ടുള്ള ആഴപ്പരപ്പിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് കർമാചാരങ്ങൾക്കകത്തേക്ക് പല മേഖലകളിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് സ്വർഗം ആ ഗലാത്യ സമൂഹങ്ങളെ തിരിച്ചു വിളിച്ചതുപോലെ നമ്മയും തിരിച്ചു വിളിച്ചിട്ട് പറയുന്നു, നാം മടങ്ങി വരണം. എവിടേക്ക് മടങ്ങി വരണം? ആത്മാർത്ഥതയിലേക്ക് മടങ്ങി വരണം. എവിടെ മടങ്ങി വരണം? ആത്മീയ തീവ്രതയിലേക്ക് മടങ്ങി വരണം. എവിടേക്ക് മടങ്ങി വരണം? കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആഴമായിട്ടുള്ള ഏറ്റവും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തേക്ക് നമ്മൾ മടങ്ങി വന്നാൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ആത്മാർത്ഥതയുള്ളൊരു ആത്മീയത നമ്മളിൽ രൂപപ്പെട്ടു വരട്ടെ. ആത്മാർത്ഥതയുള്ളൊരു ആത്മീയത നമ്മളിൽ രൂപപ്പെട്ടു വരട്ടെ. എൻ്റെ പ്രിയരെ, ഈ ആത്മാർത്ഥത ഇല്ലെങ്കിലുള്ളൊരു കുഴപ്പം പറയാം. എനിക്ക് പിന്നെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. എല്ലാ ചടങ്ങിൻ്റെയും ഭാഗമായിട്ട് ഞാൻ ഉണ്ടായിരിക്കും. എല്ലാ കാര്യത്തിൻ്റെയും ഭാഗമായിട്ട് ഞാൻ ഉണ്ടാകും. മതത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മതത്തിന് ഒത്തിരി സെറ്റപ്പുകളുണ്ട്. ഇതിനകത്തെല്ലാം ഭാഗമായ തീവ്രതയുള്ള ഒത്തിരി ജനങ്ങളുണ്ട്. പക്ഷേ ഈ അതിനകത്തില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർക്കൊന്നും സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ബന്ധമെന്ന നിലയിലേക്ക് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പ്രോഗ്രാമുകൾക്കകത്തുണ്ട്, അവർ കാര്യങ്ങൾക്കകത്തുണ്ട്. പക്ഷേ തിരുവെടുത്ത് വെളിപ്പെടുത്തുന്നത് അങ്ങനെ ഒരു ആത്മീയത അല്ല ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. നമുക്കിതിനകത്ത് അനുഭവിക്കാൻ പറ്റുന്ന, നമുക്കിതിനകത്ത് സെൻസ് ചെയ്യാൻ പറ്റുന്ന, നമുക്കിതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന അങ്ങനൊരു തലത്തിലേക്ക് വരണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയരെ, ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഈ അനുഭവിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു തലമില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നതിലേക്ക്
അനുഭവിക്കാൻ പറ്റുന്നതിലേക്ക് പലപ്പോഴും നമ്മളിന്ന് കാണുന്നൊരു ഒരു കാഴ്ച, അടുത്തൊരു സമൂഹം, അടുത്തൊരു തലമുറ മറ്റു പലതിൻ്റെയും പുറകിൽ അവർ പോകുന്നതിൻ്റെ പിൻപിലെ കാര്യം, അവരായിരിക്കുന്ന സമൂഹത്തിനകത്ത് അവർക്ക് ഫീൽ ചെയ്യാൻ പാകത്തിലുള്ളത് പലതുമില്ല. അവർ അന്തരാത്മാവിനെ തൊടുന്നത് പലതുമില്ല, അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് പലതുമില്ല. നമ്മളെപ്പോഴും നമ്മുടെ സമൂഹത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാരമ്പര്യങ്ങൾ പറയും, നമ്മൾ ഹിസ്റ്ററികൾ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, അടുത്ത തലമുറയ്ക്ക് ഹിസ്റ്ററി വേണ്ട. ഹിസ്റ്ററിക്ക് ചരിത്രബോധമൊക്കെ പോയി. ചരിത്രബോധത്തിൻ്റെ ഒരു തലമുറയല്ല ഇന്നത്തെ തലമുറ. ചരിത്രബോധം ഈ ഒരു തലമുറയ്ക്കില്ല. ഒരു കാലഘട്ടം വരെ പുസ്തക വായനകൾ, ഗംഭീരമായ സാഹിത്യ സാമൂഹിക ഇടപെടലുകൾ, അതിൻ്റെ പഠനങ്ങളൊക്കെ ഏറ്റവും ഗൗരവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെ നിങ്ങൾ നോക്കിക്കേ, ഇന്നത്തെ ടെക് വേൾഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രബോധമില്ലാത്തൊരു തലമുറയാണ് നമ്മൾ കാണുന്നത്. യാതൊരു ചരിത്രബോധങ്ങളും അവർക്കില്ല. യാതൊരു സാമൂഹ്യ വ്യവസ്ഥിതികളുടെ സാമൂഹ്യ പരിവർത്തന ചരിത്രങ്ങളൊന്നും അവർക്കറിയത്തില്ല. പുസ്തകത്തോട് ആഴമായ അഭിവാഞ്ച അതിനകത്തൊരു 5% മാത്രം ഉണ്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. അങ്ങനൊരു കാലഘട്ടത്തിനകത്ത് പക്ഷേ അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യം, അവരുടെ അന്തരാത്മാവിനെ തൊടുന്ന ഒരു അനുഭവം, അവർക്ക് സ്പർശിക്കുന്ന ഒരു സ്പർശന തലങ്ങൾ വെളിപ്പെട്ടാൽ മാത്രമേ അടുത്തൊരു തലമുറയെ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് മുമ്പിൽ അസൂസ സ്ട്രീറ്റ് റിവൈവൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മുമ്പിൽ ചാൾസ് ബ്രഹാമിൻ്റെ ബെഥൽ ബൈബിൾ കോളേജ് കൊണ്ട് കാര്യമില്ല. അവർക്ക് മുമ്പിൽ ഇവാൻ റോബർട്ട്സിൻ്റെ വെയിൽസിലെ റിവൈവൽ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ഡിത് രമാഭായിയുടെ മുക്തി മിഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മുമ്പിൽ ഇതൊന്നും പറഞ്ഞാൽ അതിനെ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു തലമുറയുടെ മുമ്പിൽ നമ്മളിതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് പ്രത്യേകിച്ചൊരു കാര്യമുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അന്ന് വെളിപ്പെട്ട ദൈവിക അനുഭവം ഇന്നും അവർ കാണുകയും അവർ കേൾക്കുകയും അവർ അനുഭവിക്കുകയും ചെയ്യുന്ന പാകത്തിൽ എന്നിലും നിങ്ങളിലും എൻ്റെ സഭയിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ വെളിപ്പെടുമെങ്കിൽ ആരും പറയണ്ട, അടുത്ത തലമുറ സ്പർശിക്കപ്പെടും. കേട്ടറിവുകൾ മാറി അനുഭവിക്കാൻ പാകത്തിലുള്ള അനുഭവീയ തലങ്ങൾ വെളിപ്പെട്ടു വരണമെന്ന് അകങ്കൊതിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് അങ്ങനെയുള്ളൊരു കൂട്ടം എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയരെ, മതത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. പല മതങ്ങളും പല മൂവ്മെൻറ്റുകളും, ഏറ്റവും കത്തി നിന്ന മൂവ്മെൻറ്റുകൾ പോലും 100-150 വർഷത്തിനുള്ളിൽ അത് പലതും ചരമമടഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൂവ്മെൻറ്റ് 100-125 വർഷമായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാലത്ത് വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, പെന്തക്കോസ് ഈ ഒരു മൂവ്മെൻറ്റ് ദൈവം നിയോഗിക്കപ്പെട്ട് നമ്മളെ ഇതിൻ്റെ ഭാഗമാക്കിയതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്തൊരു ജീർണത വന്നാൽ ഈ മൂവ്മെൻറ്റിനെ എന്നേക്കും കർത്താവ് കൊണ്ടുപോകും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇതിനകത്തുനിന്ന് ഒരു കൂട്ടത്തെ തമ്പുരാൻ തട്ടി എഴുന്നേൽപ്പിക്കും. ഇതിനകത്തുനിന്നൊരു റെമനൻറ്റിനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇതിനകത്തുനിന്നൊരു ശേഷിപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കും. അത് ദൈവത്തിൻ്റെ ലാംഗ്വേജാണ്, അത് ഡിവൈൻ ലാംഗ്വേജാണ്. ശേഷിപ്പ് എന്ന പദം ദൈവത്തിൻ്റെ വാക്കാണ്. ഉടുപ്പ് മലിനമാകാത്തവൻ ദൈവത്തിൻ്റെ വാക്കാണ്. ബാലിന് മുട്ടുമടക്കാത്തവൻ ദൈവത്തിൻ്റെ വാക്കാണ്. അല്ലെങ്കിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ അവിടുത്തെ വാക്കാണ്. കാലഘട്ടത്തിനകത്ത് റെമനൻറ്റുകളുണ്ട്, കാലഘട്ടത്തിനകത്ത് ശേഷിപ്പുകളുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇക്കാലത്തും കർത്താവേ ഒരു ശേഷിപ്പിനെ അങ്ങ് എഴുന്നേൽപ്പിക്കണം, ഒരു റെമനൻറ്റിനെ അങ്ങ് എഴുന്നേൽപ്പിക്കണം. ഒരു റെമനൻറ്റിനെ, മുട്ടുമടക്കാത്ത ചില റെമനൻറ്റിനെ, മലിനമാകാത്ത ചില റെമനൻറ്റിനെ, ഉടുപ്പ് മലിനമാകാത്ത ചില റെമനൻറ്റിനെ, യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു റെമനൻറ്റിനെ, ദൈവഹിതത്തിനകത്തേക്ക് ചലിക്കപ്പെടുന്ന ഒരു റെമനൻറ്റിനെ സ്വർഗം എഴുന്നേൽപ്പിക്കുമെന്ന് അകത്ത് കൊതിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ അവർ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട. കർത്താവേ, അങ്ങനൊരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കണം. എൻ്റെ സഭകൾക്കകത്തുനിന്ന് അങ്ങനൊരു കൂട്ടം, എൻ്റെ കുടുംബത്തിനകത്തുനിന്ന് അങ്ങനൊരു കൂട്ടം. ഞാൻ ആ കൂട്ടത്തിനകത്ത് ഉടുപ്പ് മലിനമാകാത്ത ദൈവഹിതം ചലിക്കുന്ന, ദൈവ ഇഷ്ടത്തിനകത്ത് മുന്നേറുന്ന, കർത്താവിൻ്റെ പദ്ധതികൾക്കകത്ത് നെഞ്ചും നെറ്റിയും കാണിച്ചു കൊടുക്കുന്ന, ദൈവഹിതത്തിനകത്ത് എന്നെ തന്നെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു റെമനൻ്റായിട്ട് എന്നെ എഴുന്നേൽപ്പിക്കണമെന്ന് കൊതിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ മാത്രം ഇന്ന് പകൽ ഒരു നിമിഷം എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. മുട്ടുമടക്കാത്തൊരു ശേഷിപ്പായി മതാന്ധതയ്ക്കകത്തല്ല, ദൈവാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിനകത്ത് നിൽക്കുന്ന ഒരു ശേഷിപ്പായിട്ട് കൈപിടിക്കണമെന്ന് കൊതിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അത്ഭുതം നിമിഷമായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ. അങ്ങനെ ഒരു ശേഷിപ്പിനെ
ഈ ദൈവസഭയ്ക്കകത്ത് നിന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാന നിമിഷങ്ങൾക്കകത്ത് തമ്പുരാൻ തട്ടി പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചോ. ഞങ്ങളെ ഒരു ശേഷിപ്പായിട്ട് പുറത്തു കൊണ്ടുവരണമേ. ഒരു ശേഷിപ്പുകൾ പുറത്തു വരട്ടെ, ഒരു ശേഷിപ്പുകൾ പുറത്തു വരട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന മുട്ടുമടക്കാത്ത യഹോവയുടെ പക്ഷത്തുള്ള ഒരു ശേഷിപ്പ്. ജീസസ്, പ്രാർത്ഥിക്കണം. അത് ഞാനാകട്ടെ. ഗലാത്യ സമൂഹത്തിനകത്ത് പൗലോസിന്റെ പ്രാർത്ഥന അത്ര മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു കൂട്ടം പുറത്തു വരണം. ജീസസ്. 7ാമത്തെ വാക്യമൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പം നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. ജീസസ്. നിങ്ങളെ കലഹിക്കുന്നവൻ അംഗഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. എന്നിട്ട് 13 പറയുന്നു, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വെളിയിലേക്ക് അവർ വന്നു കഴിയുമ്പം പിന്നെ അവർ കടിക്കാൻ തുടങ്ങും. അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താൽ ഒരുവനാൽ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാത്തൊരു സമൂഹത്തിന് എന്നാ പറ്റുന്നത്? അവർ തമ്മിൽ ഒടുക്കി കളയുന്നൊരു സമൂഹമായി മാറും. അവർ തമ്മിൽ ഒടുക്കും, തമ്മിൽ കടിച്ചു കീറും. ദൈവസഭ കടിച്ചു കീറുന്നിടമല്ല, ദൈവസഭ ആത്മാവിൽ വളരുന്നിടമാണ്. ദൈവസഭ ആത്മാവിൽ വളരുന്നിടമാണ്. കടിച്ചു കീറപ്പെടത്തില്ല. കടിച്ചു കീറുന്നത് ചെന്നായിയാണ്. പക്ഷെ ദൈവസഭ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. അത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. അതിനകത്ത് കടന്നു വരുന്ന ചെന്നായിക്കളുണ്ട്. പക്ഷേ ദൈവസമൂഹത്തിനകത്തുണ്ട്. പുറത്തു നിന്നുള്ള ഒരു പോരുകൾ നമുക്ക് പേടിക്കണ്ട. കാരണം പുറത്തുള്ള പോരുകളെ മുഴുവൻ ദൈവസഭ ജയിക്കും. അത് ഏറ്റവും കരുത്തുറ്റ വാളുകൾക്കും ദൈവസഭയെ തകർക്കാൻ പറ്റത്തില്ല. അധികാര വൃന്ദങ്ങൾക്ക് തകർക്കാൻ പറ്റത്തില്ല. ദേശത്തിൻ്റെ മന്ത്രവാദ ആഭിചാര ദുരാത്മ ദുർഭൂത മണ്ഡലങ്ങൾക്ക് ദൈവസഭയെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സഭയുടെ നാഥൻ്റെ നിയന്ത്രണത്തിനകത്തുള്ളതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ സഭയുടെ നാഥൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിൻ്റെ കീഴിലുള്ളതാണ് ദൈവസഭയെങ്കിൽ പുറത്തുനിന്ന് വരുന്ന യാതൊരു ക്ലാഷുകൾക്കും ദൈവസഭയെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ വകയാ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാ, ഇത് ദൈവത്തിൻ്റെ യൂണിക് പ്ലാനാ, ഇത് സർവശക്തന്റെ പരമാധികാരത്തിനുള്ള ദൈവത്തിൻ്റെ ദിവ്യ സഭയാ. പിന്നെ സഭകൾ എക്കാലത്തും ചോദ്യം ചെയ്യപ്പെട്ടത് ആന്തരിക ചിദ്രതയ്ക്കകത്ത്. ദൈവസഭയ്ക്കകത്തുള്ള ആന്തരികമായി തകരപ്പെടുമ്പം, ആന്തരികമായിട്ട് ചോദ്യം ഉയരപ്പെടുമ്പം, ആന്തരികമായിട്ട് പോരാട്ടങ്ങൾ നടക്കപ്പെടുമ്പം ഇവിടെ മാത്രമേ ദൈവസഭകൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് ജഡങ്ങൾ തമ്മിൽ പോരാടുമ്പം, ജഡത്തിൻ്റെ പോരാട്ടങ്ങൾ, ആശയങ്ങളുടെ പോരാട്ടങ്ങൾ, പണങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ, അധികാരങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ, ഇതൊക്കെ ദൈവസഭയ്ക്കകത്ത് വർദ്ധിച്ചു വരുമ്പോഴാണ് പലപ്പോഴും അവർക്ക് ജയം നേടുവാൻ കഴിയാതിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഈ വിധ സകല മേഖലകളെയും ആദ്യ കടന്ന് ദൈവജനം ജയമെടുക്കണം. അന്യോന്യമുള്ള പോരാട്ടങ്ങൾ അവസാനിക്കപ്പെട്ട്, പണത്തിൻ്റെ പോരാട്ടങ്ങൾ അവസാനിക്കപ്പെട്ട്, അധികാര പോരാട്ടങ്ങൾ അവസാനിക്കപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ ഏറ്റവും അമർന്നിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഞാൻ അത്രയും ആ ഭാഗം പറഞ്ഞിട്ട് ഇനിയും നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്തേക്ക് വരിക. ഒരു 16 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചതിന്റെ വ്യാഖ്യാനമായിട്ട് തന്നെ ഞാൻ അവിടെ പറയാൻ താല്പര്യപ്പെടുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ഗൗരവമായ ഭാഗമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ആത്മാവിനെ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പം 2 കാര്യം അവിടെ പങ്കുവെക്കുന്നുണ്ട്. 2 കാര്യം. ഒന്ന്, ആത്മാവിൻ്റെ അഭിലാഷമുണ്ട്, അടുത്തത് ജഡത്തിൻ്റെ അഭിലാഷമുണ്ട്. ആത്മാഭിലാഷവും ജഡഭിലാഷവും ഒരിക്കലും ഒത്തുചേരാത്ത 2 കാര്യമാണ് ആത്മാവിൻ്റെ അഭിലാഷവും ജഡത്തിൻ്റെ അഭിലാഷവും. ആത്മാവിന് ആത്മാവിൻ്റെതായ വിചാരമുണ്ട്, ജഡത്തിന് ജഡത്തിൻ്റെതായ വിചാരമുണ്ട്. ഇത് രണ്ടും ഒരിക്കലും ചേർന്ന് വരുന്നതല്ല, ഇത് രണ്ടും ഒരിക്കലും ഒരുപോലെ പോകുന്നതല്ല. ആത്മാവിന് ആത്മാവിൻ്റെ ചിന്തകളുണ്ട്, ആത്മാവിന് ആത്മാവിൻ്റെ വഴിയുണ്ട്. കാരണം അത് ദൈവമാണ്. ആത്മാവ് ദൈവമായതുകൊണ്ട് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു പവറല്ല, അതൊരു പേഴ്സണാണ്, അതൊരു ശക്തിയല്ല, അതൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് എന്നത് കേവലം ഒരു ശക്തി മാത്രമല്ല. പലപ്പോഴും നമ്മൾ പലരും അറിയുന്നത് പരിശുദ്ധാത്മാവ് ഒരു ശക്തി എന്ന് പറഞ്ഞ പലരും. നോ, ഹോളി സ്പിരിറ്റ് എന്നത് ശക്തിയല്ല, ഇറ്റ്സ് എ പേഴ്സൺ. ബട്ട് ദ പേഴ്സൺ ഹാഡ് ദറ്റ് പവർ. പരിശുദ്ധാത്മാവ് എന്നതൊരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിക്ക് ശക്തിയുണ്ട്. ശക്തി
ശക്തിയുള്ള, തികവുള്ള, പൂർണ്ണതയുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന് അതുകൊണ്ട് തന്നെ ചിന്തയുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് അതുകൊണ്ട് തന്നെ തൻ്റേതായ വഴികളുണ്ട്, തൻ്റെ സ്വഭാവങ്ങളുണ്ട്. ആത്മാവ് ഒരുവൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് അവനെ നിയന്ത്രിച്ചാൽ അവൻ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാവിൻ്റെ സ്വഭാവമുണ്ട്. അപ്പം അവൻ നിയന്ത്രിക്കപ്പെടുന്നത് ജഡവികാരത്തിനകത്തല്ല, ആത്മസ്വഭാവത്തിനകത്താണ് അവൻ നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പം ആത്മാവിൻ്റെതായ സ്വഭാവമുണ്ട്. അടുത്തത് ജഡത്തെ നോക്കിക്കെ, ജഡത്തിന് ജഡത്തിൻ്റെതായ സ്വഭാവമുണ്ട്. നമ്മൾ ഏത് രാജ്യത്ത് ആ രാജ്യത്തിന് ഞങ്ങൾക്കൊക്കെ രാജ്യത്തിൻ്റെതായ സ്വഭാവമുണ്ട്. കേരളത്തിൽ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ നല്ല തകർത്ത് തിമിർത്ത് വണ്ടി ഓടിച്ചവർ ഇവിടെ നിന്ന് നേരെ മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയക്ക് പോയി, അല്ലെങ്കിൽ UK പോയി, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോയി, കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന പോലെ വണ്ടി ഓടിക്കുമോ? എന്തച്ചടക്കവാ, എത്ര മനോഹരമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇവിടെ ഇടത്തൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്യത്തുള്ളൂ, പക്ഷേ അവിടെ അറയ്ക്കും. ഇടത്തൂടെ നല്ല ഏറ്റവും കൃത്യമായിട്ട് മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി ഓടിക്കത്തുള്ളൂ. ഇവിടെ ഓണടിച്ചില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായിരുന്നു, ഒരു കൈ മുഴുവൻ നേരം ഓണയിലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ഒറ്റ ഓണടിക്കത്തില്ല. എന്താ വ്യത്യാസം? ആ നാടിൻ്റെ കൾച്ചർ അതാ, ആ നാടിൻ്റെ സ്വഭാവം അതാ. അവിടെയൊക്കെ ഓണടിച്ച് കഴിഞ്ഞാൽ അതിന് മറ്റർത്ഥമുള്ളത്. അപ്പം കാരണം ഇവിടെ നമുക്ക് ഓണടിച്ചില്ലെങ്കിൽ ഒരു പ്രത്യേക സങ്കടം, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ അവിടെ ഓണടിച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ട് കാണിക്കുന്നവനെ അവിടെ തെറിവിളിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓണടിക്കുക എന്ന് പറഞ്ഞാൽ. അവിടെ അങ്ങനെ ആരും ഓണടിക്കത്തില്ല. അച്ചടക്കത്തിലുള്ള ഡ്രൈവിങ് ഈ രാജ്യങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓരോ രാജ്യത്തിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്. ഇനി ആ നാട്ടിൽ ഒരു 2 വർഷം വണ്ടി ഓടിച്ചവരോട് ഇവിടെ വന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ പലരും അറയ്ക്കുക. കാരണം നമ്മളവിടെ പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു 2 ദിവസം അച്ചടക്കത്തോടൊക്കെ വണ്ടി ഓടിക്കണമെന്ന്. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടുത്തെ അച്ചടക്കം ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ യാതൊരു രക്ഷയുമില്ല. ഇവിടെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക, നമ്മൾ വണ്ടി പതുക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരോട് പോകാൻ പറഞ്ഞു, പുറകിലുള്ളവൻ നമ്മളെ ഓണടിച്ചൊരു പരുവാക്കും. കാരണം അവിടെ അത്ര അച്ചടക്കമൊന്നും പറ്റത്തില്ല, നമ്മൾ വിട്ടുപോവുക എന്നതേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞത് ഓരോ നാടിനും അതിൻ്റെ അച്ചടക്കമുണ്ട്, ഓരോ നാടിനും അതിൻ്റെ സ്വഭാവമുണ്ട്, ഓരോ നാടിനും അതിൻ്റെതായ രീതികളുണ്ട്, പെരുമാറ്റങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമുണ്ട്. ആത്മാവ് ഒരുവിനെ നിയന്ത്രിക്കുന്നെങ്കിൽ ആത്മാവിൻ്റെ സ്വഭാവം ഏറ്റവും കൃത്യവും വ്യക്തമായിട്ട് അവൻ്റെ അകത്ത് വ്യാപരിക്കും. ജഡം ഒരുവിനെ നിയന്ത്രിക്കുന്നെങ്കിൽ ജഡത്തിൻ്റെ സ്വഭാവം ഏറ്റവും കൃത്യവും വ്യക്തമായിട്ട് അവൻ്റെ അകത്ത് വ്യാപരിക്കും. ജഡത്തിൻ്റെ സ്വഭാവം പെരുമാറ്റത്തിനകത്ത് വരുന്ന ഒരാളും ആത്മാവിനാൽ ജീവിക്കുന്നവനല്ല. ജഡത്തിൻ്റെ സ്വഭാവം പെരുമാറ്റത്തിനകത്ത് വന്നിട്ട് ഞാൻ ആത്മാവിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫാൾസ്. കാരണം ഒരിക്കലും ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരുവനകത്ത് ജഡത്തിൻ്റെ സ്വഭാവം വരത്തില്ല, ജഡത്തിൻ്റെ വികാരം വരത്തില്ല, ജഡത്തിൻ്റെ വർത്തമാനം വരത്തില്ല, ജഡത്തിൻ്റെ പ്രവർത്തികൾ വരത്തില്ല, ജഡചിന്തകൾ വരത്തില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്താ മണ്ഡലങ്ങൾ മുതൽ, അവൻ്റെ ദേഹം മുതൽ, അവൻ്റെ ദേഹി മുതൽ, അവൻ്റെ പ്രവൃത്തി മുതൽ സമസ്ത മേഖലകളെയും അവനെ നിയന്ത്രിക്കുന്ന ഘടകമായിട്ട് പരിശുദ്ധാത്മാവ് മാറും. കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല, ഇത് തമ്മിൽ പ്രതികൂലമാണെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ഒരിക്കലും രണ്ടും ഒരുമിച്ച് പോകത്തില്ല, ഒരിക്കലും രണ്ടും കൂടെ സംതൃപ്തപ്പെടുത്താൻ പറ്റത്തില്ല. ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല, ഒരേ സമയത്ത് ആത്മാവിനെയും ജഡത്തെയും പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. ആത്മസ്വഭാവം വെളിപ്പെടുമ്പോൾ, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ വെളിപ്പെടുന്ന അതേ മനുഷ്യരകത്തൂടെ തന്നെ എൻ്റെ നാവിൽ നിന്ന് അന്യായ വർത്തമാനങ്ങൾ വരത്തില്ല, എൻ്റെ പ്രവർത്തിക്കകത്ത് അന്യായം പ്രവർത്തിക്കത്തില്ല, അനീതി പ്രവർത്തിക്കത്തില്ല. കാരണം എന്നിൽ വസിക്കുന്ന ഈ ആത്മാവ് അതൊരു സാധാരണ ആത്മാവല്ല, അത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധയാത്മാവാണ്. പരിശുദ്ധാത്മാവായതുകൊണ്ട് തന്നെ അത് പരിശുദ്ധിയുടെ ആത്മാവാണ്, അത് നീതിയുടെ ആത്മാവാണ്, ന്യായത്തിൽ നടത്തുന്ന ആത്മാവാണ്, ശുദ്ധീകരിക്കുന്ന ആത്മാവാണ്, തികവ് വരുത്തുന്ന ആത്മാവാണ്, നിറവ് വരുത്തുന്ന ആത്മാവാണ്, എന്നെ ആകത്തുകയിൽ മാറ്റിമറിക്കുന്ന ആത്മാവാണ്, എൻ്റെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ആത്മാവ്, എൻ്റെ വിചാരങ്ങളെ മാറ്റിമറിക്കുന്ന ആത്മാവ്, എന്നിൽ അപക്വമായ സ്വഭാവങ്ങളെ തിരുത്താൻ കഴിയുന്ന ആത്മാവാണ്. ജീസസ്, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല ഒരിക്കലും. ജഡസ്വഭാവവും ആത്മസ്വഭാവവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, അയ്യോ അത് അങ്ങനെ ജഡീകനൊന്നും അല്ല, അത് അച്ഛൻ്റെ ഒരു ബലഹീനതയാന്ന് പറയും. അതൊരു ബലഹീനതയാണ്. എൻ്റെ പറയില്ല, ആ ബലഹീനതയാ ജഡീകത എന്ന് പറയുന്നത്. ആ ബലഹീനതയാ ജഡീകത. ഒരേ സമയം അച്ഛൻ ആത്മീയനൊന്നുമല്ല. ആത്മീകനായിരിക്കുന്ന അച്ഛൻ ഒരിക്കലും ആ ബലഹീനത വരത്തില്ല. ആ ബലഹീനത അച്ഛന് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അച്ഛൻ ജഡീകനാ. സ്വോത്രം സ്വോത്രം, ആമീൻ കുറയുന്ന എനിക്കറിയാം. കാരണം ആ ബലഹീനത അതിനെ ജയിച്ചാൽ മാത്രമേ ദൈവികമായി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ.
ആ ബലഹീനത വെച്ചുകൊണ്ട് ഒരിക്കലും എനിക്ക് ആത്മീകനാകാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഞാൻ ആ ബലഹീനതയെ ജയിക്കണം, അല്ലെങ്കിൽ ഒരു തികഞ്ഞ ജഡീകനായിട്ട് അങ്ങ് ജീവിച്ചോണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. ആ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കാനും പറ്റുന്നില്ല, ലോകത്തിൻ്റെ സന്തോഷം ഒരു പൂർണ്ണകായ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ലോകത്തെ ആസ്വദിക്കാനും പറ്റുന്നില്ല, ദൈവരാജ്യത്തെ ആസ്വദിക്കാനും പറ്റുന്നില്ല. എൻ്റെ പ്രിയരെ, ഒന്നെങ്കിൽ ലോകത്തെ നന്നായിട്ട് ആസ്വദിക്കണം, അതല്ലയോ ദൈവരാജ്യത്തെ നന്നായിട്ട് ആസ്വദിക്കണം. ഇത് രണ്ടും കൂടെ അനുഭവിക്കാതെ ഒരു വല്ലാത്ത കാലം നിങ്ങൾക്ക് ദൈവത്തെ വേണം. ദൈവമക്കളെ ഞാനും നിങ്ങളും എന്ന് പറഞ്ഞാൽ അത് അന്ന് മാത്രമല്ല എസ്കറ്റോളജിക്കൽ ആസ്പെക്റ്റ് അല്ല. ഇത് ഏറ്റവും റിയാലിറ്റിയിൽ ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയും ദൈവരാജ്യത്തിൻ്റെ ശക്തി. ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ല വിളിക്കപ്പെട്ടത്, ദൈവരാജ്യത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. കേൾക്കാൻ വിളിക്കപ്പെട്ടവരല്ല, അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ദൈവരാജ്യത്തിൻ്റെ മഹത്വം, അതിൻ്റെ ബ്ലിസ് ജീവിതത്തിൽ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ആ ഏറ്റവും ഹല്ലേലൂയ. നമ്മുടെ ഈ ബലഹീനതയാണ് പിശാച് ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്നത്. നമ്മൾ പറയും ഈ ഒരു മേഖല എൻ്റെ ബലഹീനത, ആ മേഖല മതി പിശാചിനെ നമ്മെ തോൽപ്പിക്കാൻ. ഡയബറ്റീസ് ഉള്ളവർ ചോദിക്കുക ഷുഗർ ഇഷ്ടമാണോ? അവർ പറയും നല്ല ഇഷ്ടമാണ്, ഇതുവരെ മടുത്തിട്ടൊന്നുമില്ല. ചിലർ പറയും നാളെ തൊട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഷുഗർ കട്ടാ. ഈ ദിവസങ്ങളുടെ ഇച്ചിരി ഷുഗർ കൂടുതലാണ്, നാളെ തൊട്ട് എന്ത് ചെയ്യാൻ പോവാ, ഷുഗർ കട്ട് ചെയ്യാൻ പോവാ. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ദിവസമാണ് നല്ലൊരു പായസം നാളെ കിട്ടുന്നത്. പറയുന്ന പിന്നെ ഇന്ന് പായസം കൂടെ കുടിച്ചിട്ട് നാളെ തൊട്ട് ഷുഗർ കട്ടാ. അപ്പോഴാണ് നാളെ ബെസ്റ്റ് ബേക്കറിയിലെ ബെസ്റ്റ് ലഡു കിട്ടുന്നത്. അപ്പോൾ ചെന്നാൽ പിന്നെ ഈ ലഡുവും കൂടെ കഴിച്ചിട്ട് നാളെ തൊട്ട് ഷുഗർ കട്ട് തുടങ്ങുക. അപ്പോഴാണ് അടുത്ത ദിവസം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു മോൻ വന്നു. അവൻ ആഗ്രപ്പേടയും കൊണ്ടാണ് വന്നത്. ഈ ആഗ്രപ്പേടയും കൊണ്ട് വന്നപ്പം ഇത് കണ്ടപ്പം എല്ലാ കൺട്രോളും വിട്ടെന്ന് പറഞ്ഞു. ഈ ആഗ്രപ്പേടയും കൂടെ കഴിച്ചിട്ട് നാളെ തൊട്ട് എന്ത് തുടങ്ങാൻ പോവാ, ഷുഗർ കട്ട് തുടങ്ങാൻ പോവാ. ആദ്യത്തെ ദിവസം പായസമാണ്, രണ്ടാമത്തെ ദിവസം ലഡുവാ, മൂന്നാമത്തെ ദിവസം ആഗ്രപ്പേടയാണ്, അടുത്ത ദിവസം പിന്നെ സ്നിക്കേഴ്സ് ആകും, പലതും ആകും. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ അങ്ങ് തുടരുക. പല സാധനമല്ലേ വന്നത്, അല്ലേ? പല സാധനമാണ് വന്നത്. ഒന്ന് പായസമാണ്, രണ്ടാമത്തെ ദിവസം വന്നത് ലഡുവാ, മൂന്നാമത്തെ ദിവസം വന്നത് ആഗ്രപ്പേടയാണ്, അടുത്ത ദിവസം വന്നത് സ്നിക്കേഴ്സാണ്. ഇത് നാലാ. ഇത് ശരീരത്തിൽ വരുത്തി എഫക്റ്റോ ഒന്നോ? ഇത് ഡയറക്റ്റ്ലി ശരീരത്തിനകത്ത് ഈ 4 എണ്ണവും ബാധിക്കപ്പെട്ടത് ഒരേ മേഖലയാണ്. ഞാൻ പറഞ്ഞത് പല ഫ്ലേവറിൽ, പല നിറത്തിൽ, പല രൂപത്തിൽ, പല വിചാരത്തിൽ. നമ്മുടെ ബലഹീനത എവിടെയോ കൃത്യമായിട്ട് കൊണ്ടുതരും. നാം തോൽക്കേണ്ട മേഖല പല ഫ്ലേവറിനകത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. നാം പരാജയപ്പെടേണ്ട മേഖല കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ. 21 ദിവസം കർത്താവിൻ്റെ മുമ്പിലിരുന്ന് നമ്മളിങ്ങനെ കരുത്താർജി നിൽക്കുമ്പം നാളെ അവൻ വർണ്ണക്കടലാസുമായിട്ട് നിപ്പുണ്ട്. വർണ്ണക്കടലാസുമായിട്ട് നാളെ നിങ്ങൾ റിയാലിറ്റിക്കകത്തേക്ക് ഇറങ്ങുമ്പം വർണ്ണക്കടലാസുമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തിനാ ദൈവം വിളിച്ചെന്നറിയുമോ? അതിൻ്റെ നടുവിൽ ജയിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്തിരുന്ന് ഈ ദിവസങ്ങൾ ആർജിച്ചെടുക്കുന്ന ദൈവകൃപ എന്തെന്നറിയുമോ? തിരിച്ചടിക്കാൻ വേണ്ടിയാ. ജഡസ്വഭാവത്തെ, ജഡ അഭിലാഷത്തെ ആത്മാവിൻ്റെ സ്വഭാവത്താൽ അതിനെ പിടിച്ചടക്കാൻ, അതിനെ ജയിക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ, ആ ദൈവാത്മാവിൻ്റെ അധികാരത്താൽ ജഡഭിലാഷങ്ങളെ, ജഡചിന്തകളെ, ജഡവികാരങ്ങളെ, ജഡത്തിൻ്റെ ആലോചനകളെ, ജഡസ്വഭാവങ്ങളെ ആത്മാവിൽ കീഴ്പ്പെടുത്താൻ, എന്തിനോട് തോറ്റതിന് മേൽ ജയമെടുക്കാൻ, എന്തിനോട് കീഴ്പ്പെട്ടതിന് മേൽ ജയമെടുക്കാൻ, എന്തിനോട് പരാജയപ്പെട്ടതിന് മേൽ ജയമെടുക്കാൻ. ഓ ജീസസ്! എന്നുമെന്നും പരാജയത്തിനകത്ത് നിൽക്കാനല്ല ദൈവം വിളിച്ചത്, പരാജയപ്പെട്ടതിനകത്തുനിന്ന് പുറത്തു വരണം. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളിൽ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് പകൽ മുഴുവൻ അറിഞ്ഞും അറിയാതെയും എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഈ അറിയാതെയുള്ളത് കുറവാണ്, ബഹുഭൂരിപക്ഷം അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ അതൊരു റെക്കോർഡിങ്ങാണ്. നമ്മൾ എത്രയോ വർഷമായിട്ട് ഒരേ ഇട്ടിരിക്കുന്ന റെക്കോർഡിങ്. വൈകുന്നേരം നമ്മൾ പോലും അറിയാതെ നമ്മുടെ വായിൽ നിന്ന് സാധനം ചാടും. ആത്മാർത്ഥ അതിനകത്തുണ്ടോ? പല മേഖലയിലും നോക്കിയാൽ ആത്മാർത്ഥതയില്ല. ഇപ്പോഴും നമ്മളെ തോൽപ്പിക്കാൻ സ്ഥിരം ഫ്ലേവറുകൾ പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവനറിയാം അത് പല വർണ്ണത്തിലിട്ട് കൊടുത്താൽ നമ്മൾ വീഴും. നമ്മളെ വീഴ്ത്തിക്കളയുന്ന പല ഫ്ലേവറുകൾ. ഇവിടെയാണ് നമ്മൾ ആ ഒരു തലങ്ങളെ വിട്ടിട്ട് ആത്മതലത്തിലേക്ക് വരണ്ടേ. ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനകൾ ജഡചിന്തകൾക്കകത്തുനിന്ന് ആത്മചിന്തകളിലേക്ക് നമ്മൾ ചലിക്കുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധാത്മ തലത്തിനകത്തേക്ക് നമ്മൾ ചലിക്കുന്ന നിമിഷങ്ങളായി മാറണം.
എൻ്റെ പ്രിയരെ, താത്വികമായ കുറേ കാര്യങ്ങൾ കൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് ജയിക്കും എന്ന് വിചാരിച്ച നമ്മളെക്കാൾ മണ്ടന്മാർ വേറെ ആരുമില്ല. താത്വികമായിട്ട് നിങ്ങൾ ജയിക്കത്തില്ല, ഞാൻ ജയിക്കത്തില്ല. ഞാൻ ജയിക്കണമെങ്കിൽ ആത്മനിറവിൻ്റെ ജീവിതം നയിച്ചാൽ മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫിലോസഫിക്കൽ നോളജ് കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ യു വിൽ ബി എ ഫെയില്യുവർ. പറ്റത്തില്ല. നിങ്ങളുടെ സൈദ്ധാന്തിക ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബ്രോഡർ ലോകത്തോടുള്ള നിങ്ങളുടെ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിനകത്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം, നിങ്ങൾക്ക് പാപത്തെ ജയിക്കണോ, നിങ്ങൾക്ക് പിശാചിനെ ജയിക്കണോ, നിങ്ങൾക്ക് ജഡശക്തികളെ ജയിക്കണോ, ഒറ്റ വഴിയുള്ളൂ, ആത്മനിറവിൻ്റെ ജീവിതം നയിക്കണം. ആത്മനിറവിൻ്റെ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തിൻ്റെ, ഈ ജഡത്തിൻ്റെ എല്ലാ തലങ്ങളെയും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അത് നിങ്ങളുടെ കരുത്തിലല്ല, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ, നിങ്ങളിൽ വ്യാപരിക്കുന്ന, നിങ്ങൾ മൂലം വ്യാപരിക്കുന്ന, നിങ്ങളിൽ വെളിപ്പെടുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എനിക്ക് ആത്മാവിൻ്റെ ശക്തിയാൽ, ആത്മനിറവിനാൽ എനിക്കിവിടെയുള്ള ജഡവ്യാപാരങ്ങളുടെ മേൽ, ജഡശക്തികളുടെ മേൽ, ജഡാധിപത്യങ്ങളുടെ മേൽ ജയമെടുക്കണം. ആത്മാവിൽ ജയിക്കണം. ഇനിയും നമ്മുടെ ഏറ്റവും ഗൗരവമായതിലേക്ക് വരിക. 25-ാമത്തെ വാക്യം. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. പ്രിയരെ, ഇവിടെ പറയുന്നത് ഇഫ് യു ലീവ് ബൈ ദ സ്പിരിറ്റ് ലെറ്റ്സ് ഓൾസോ വാക്ക് ബൈ ദ സ്പിരിറ്റ്. ഒരു ട്രാൻസ്ലേഷൻ അതാ പറയുന്നേ. പക്ഷേ ഞാനൊരു 2-3 ട്രാൻസ്ലേഷനിലേക്ക് നോക്കിയപ്പം ഈ ഒരു പദത്തെ ഭയങ്കര ഹൃദ്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. NIV ഒക്കെ പറയുന്നത് സിൻസ് വി ലീവ് ബൈ ദ സ്പിരിറ്റ് ലെറ്റ് us കീപ്പ് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവിനൊപ്പം സ്റ്റെപ്പ് വെക്കണം. ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ പറയുന്നത് സിൻസ് വി ആർ ലിവിങ് ബൈ ദ സ്പിരിറ്റ് ലെറ്റ് us ഫോളോ ദ സ്പിരിറ്റ്സ് ലീഡിങ് ഇൻ എവ്രി പാർട്ട് ഓഫ് അവർ ലൈഫ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിൻ്റെ ലീഡിങ്, ആത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അനുഭവിക്കട്ടെ എന്നാണ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നെങ്കിൽ ആത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ എല്ലാ മേഖലയിലും അനുഭവിക്കട്ടെ എന്ന്. ഇനി മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് പ്രകാരം സിൻസ് വി ലിവ് ബൈ ദ സ്പിരിറ്റ് ലെറ്റ് us വാക്ക് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. മറ്റൊന്നത് ആ ആത്മാവിനൊപ്പം നിൽക്കാൻ പറഞ്ഞെങ്കിൽ ഇവിടെ പറയുന്നത് ആത്മാവിനൊപ്പം നടക്കാനാണ് പറയുന്നത്. ഇനിയും ഏറ്റവും അധികം നമ്മുടെ ചിന്തകളിലേക്ക് ഞാൻ പോകാൻ എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു ട്രാൻസ്ലേഷൻ ആംപ്ലിഫൈഡ് വേർഷനാണ്. അത് പറയുന്നത് ഇപ്രകാരമാണ്: ഇഫ് വി ക്ലെയിം ടു ലിവ് ബൈ ദ ഹോളി സ്പിരിറ്റ് വി മസ്റ്റ് ഓൾസോ വാക്ക് ബൈ ദ സ്പിരിറ്റ്. എന്നിട്ട് പറയുക വിത്ത് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി, ഗോഡ്ലി ക്യാരക്ടർ ആൻഡ് മോറൽ കറേജ് അവർ കണ്ടക്ട് എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ശരിക്കും അതാണ് എൻ്റെ കാഴ്ചപ്പാടിനെ ഒന്ന് ഷേപ്പ് ചെയ്തത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ആത്മാവിനാൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നെങ്കിൽ, നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ ആരാണ്, നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരാണ്, നമ്മൾ ആത്മീകന്മാരാണ്. ഇങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പറയുന്ന 3 മേഖല നമ്മൾ ജയിക്കും. ഈ 3 മേഖലയിൽ വെളിപ്പെടും നമ്മൾ ആത്മാവിലാണോ നടക്കുന്നതെന്ന്. ആ 3 മേഖല ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി. വ്യക്തിപരമായൊരു സത്യസന്ധത നമുക്കുണ്ടായിരിക്കും. വ്യക്തിപരമായൊരു പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം ദൈവദത്തമായ, ദൈവോന്മുഖമായ, ക്രിസ്തു അനുരൂപ്യമായ ഒരു സ്വഭാവം നമ്മളിൽ രൂപപ്പെടും. ഇനി മൂന്നാമത്തെ കാര്യം ഒരു ധാർമ്മിക ധൈര്യം നമ്മളിൽ രൂപപ്പെടും. ഈ 3 മേഖല നിങ്ങളിൽ വെളിപ്പെട്ടെങ്കിൽ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന 3 മേഖലയുടെ തെളിവുകൾ, ആത്മാവിലാണ് ഒരുവൻ ജീവിക്കുന്നതെങ്കിൽ, ആത്മാവിലാണ് ഒരുവൻ നടക്കുന്നതെങ്കിൽ, ആത്മാവിലാണ് ഒരുവൻ ജയിക്കുന്നതെങ്കിൽ 3 മേഖല അവന് മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. ഒന്ന്, അവൻ വ്യക്തിപരമായൊരു പ്രാഗൽഭ്യം തനിക്കുണ്ടായിരിക്കും. പൗലോസൊക്കെ ഏറ്റവും അധികം പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ ശുശ്രൂഷയ്ക്ക് എനിക്കൊരു പ്രാഗൽഭ്യമുണ്ട്, എൻ്റെ പ്രസംഗത്തിന് എനിക്കൊരു പ്രാഗൽഭ്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രാഗൽഭ്യമുണ്ട്.
പ്രാഗൽഭ്യത്തോടെ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. അപ്പം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നു, പ്രാഗൽഭ്യത്തോടെ ജീവിക്കുന്നു, പ്രാഗൽഭ്യത്തോടെ നടക്കുന്നു. എൻ്റെ പ്രിയരെ, ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രാഗൽഭ്യം. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാഗൽഭ്യം അളക്കുന്നത് പാസ്റ്റർ അല്ല, ഈ പ്രാഗൽഭ്യം അളക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഈ പ്രാഗൽഭ്യം അളക്കുന്നത് നമ്മുടെ ദൈവമാണ്. പാസ്റ്റർമാർക്ക് പ്രാഗൽഭ്യം അളക്കാനൊക്കെ പരിമിതിയുണ്ട്, ഞങ്ങൾ അളക്കാൻ ആൾക്കാരുമല്ല. പക്ഷെ പ്രാഗൽഭ്യം അളക്കുന്നത് ദൈവമാണ്. പ്രാഗൽഭ്യം അളക്കുന്നത് ദൈവമാണ്. കാരണം നമ്മുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള അവസ്ഥകളെയും തുറന്നു കിടക്കുന്ന ഒരു മേഖല ദൈവത്തിൻ്റെ മുമ്പിലാണ്. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് യഥാർത്ഥ എന്നെ മറച്ചു വെക്കാൻ പറ്റും, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥം ഞാൻ തുറന്നു കിടക്കുക. നിങ്ങളുടെ മുമ്പിൽ പലപ്പോഴും പലതിനും എനിക്കൊരു മറയിടാൻ പറ്റും, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മറയുമില്ലാതെ ഞാൻ തുറന്നു കിടക്കുക. എൻ്റെ ചിന്തകൾക്കകത്ത് ഞാൻ വിശുദ്ധനാണെന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റും, പക്ഷെ എൻ്റെ ചിന്തകൾ മുഴുവൻ കാണുന്ന എൻ്റെ ദൈവത്തിന് മുമ്പിൽ തുറന്നു കിടക്കുക. എൻ്റെ പ്രവൃത്തിക്കകത്ത് ഞാൻ വാരിച്ചുറ്റുന്ന, ഞാനിടുന്ന എൻ്റെ പുറമോടി കൊണ്ട് ഞാൻ ഭക്തനാണെന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റും, പക്ഷെ എൻ്റെ ഭക്തിയുടെ അളവുകോൽ മുഴുവൻ അറിയുന്ന അപ്പൻ്റെ മുമ്പിൽ ഞാൻ തുറന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാഗൽഭ്യം അളക്കുന്നത് മനുഷ്യനല്ല, എൻ്റെ പ്രാഗൽഭ്യം അളക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവാത്മാവിൻ്റെ മുമ്പിൽ വ്യക്തമായിട്ട് തുറന്നു കിടക്കുന്നതാണെന്നുള്ള ബോധ്യമായിരിക്കണം എന്നെ ധൈര്യത്തോടെ നിൽക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. ഈ മനസാക്ഷിയുടെ പ്രാഗൽഭ്യത്തിനകത്ത് ഉറപ്പുള്ളത് കൊണ്ട് പൗലോസ് പറയുന്നത്, പ്രസംഗിക്കാനോ എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്, കാരണം എൻ്റെ ദൈവം എന്നെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ അപ്രൂവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ അപ്രൂവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ പൗലോസ് പറയുന്നു, മനുഷ്യൻ അപ്രൂവ് ചെയ്യുന്നവനല്ല, ദൈവം അപ്രൂവ് ചെയ്യുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ. മനുഷ്യൻ അപ്രൂവ് ചെയ്യുന്നവനല്ല, ദൈവം അപ്രൂവ് ചെയ്യുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ. മനുഷ്യൻ്റെ അപ്രൂവൽ കിട്ടും. നിങ്ങൾ അപ്പീലിംഗ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടും. അപ്പീലിങ്ങും അപ്രൂവലും മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപോലെ പോകുന്നതാ. അവൻ അപ്പീലിംഗ് ആണോ അവൻ അപ്രൂവൽ തരും, അവൻ അപ്പീലിംഗ് അല്ലയോ അവൻ ഡിസപ്രൂവൽ തരും. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവത്തിന് അപ്പീലിംഗ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം അപ്രൂവൽ തരുന്നത്, അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർത്തലങ്ങളെയും കാണുന്ന ദൈവമായതുകൊണ്ട് അന്ധരാത്മാവിൻ്റെ ആന്തരിക വിശുദ്ധി പോലും അറിയുന്ന അന്ധരാത്മാവിനെ കാണുന്ന ഒരപ്പൻ, ആ അപ്പൻ്റെ സ്കാനിങ് റൂമിനകത്ത് നിൽക്കുമ്പം ഞാൻ മുഴുവൻ നഗ്നതും മലർന്നതുമായി വെളിപ്പെട്ട് കിടക്കുന്ന അപ്പൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ അപ്പനാണ് എന്നെ വിധിക്കുന്നത്, എൻ്റെ അപ്പനായ എന്നെ സ്കാൻ ചെയ്യുന്നത്, എൻ്റെ അപ്പനായ എന്നെ അപ്രൂവ് ചെയ്യുന്നത്. ജീസസ്. അതുകൊണ്ട് പാപം ചെയ്ത ദാവീദ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഈ കൊട്ടാരത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് 1000 കാളകളെ പിടിച്ച് യാഗമർപ്പിക്കാനുള്ള ശേഷി എനിക്കുണ്ട്. പക്ഷെ ദാവീദിനറിയാം, 1000 കാളയല്ല, ഒരൊറ്റ കാള ഞാൻ അർപ്പിച്ചാൽ പോലും ദൈവം ഇപ്പോഴെന്നിൽ പ്രസാദിക്കത്തില്ല. കാരണം കറപ്റ്റാകപ്പെട്ട ഹൃദയത്തിനകത്തൂടെ യാഗമർപ്പിച്ചാൽ ആ യാഗം പ്രസാദിക്കാൻ അവിടുന്ന് മനുഷ്യനല്ല. കാട്ടിലെ മൃഗങ്ങൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ മുഴുവൻ അവിടുത്തേക്കുള്ളതാണ്. അതുകൊണ്ട് ഒരു മൃഗത്തിൻ്റെ യാഗത്തിനകത്തൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ല. പക്ഷെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. പക്ഷെ ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമുണ്ട്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ആ ഹൃദയത്തെ നിരസിക്കാത്തൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ അപ്പൻ്റെ പാദപീഠത്തിനകത്ത് വന്നിട്ട് ആഴത്തിൽ സമർപ്പിക്കാൻ ഒരു ഹൃദയഭേദകമായ മനസ്സോടെ ദൈവമുമ്പാകെ ഏറ്റുപറയാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കടാക്ഷിക്കുന്ന ഒരു അപ്പനുണ്ട്, കൂടെ നിൽക്കുന്ന ഒരു അപ്പനുണ്ട്, ഇറങ്ങി വരുന്ന ഒരു അപ്പനുണ്ട്, കൈ നീട്ടുന്ന ഒരു അപ്പനുണ്ട്, സഹായിക്കുന്ന ഒരു അപ്പനുണ്ട്, കൂടെ ഇറങ്ങി വന്ന് കൈപിടിക്കുന്ന ഒരു അപ്പന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, അപ്പന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തിന്റെ പരിപാവനത വെളിപ്പെടട്ടെ. ജീസസ്. നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ വ്യക്തിപരമായ പ്രാഗൽഭ്യം. എൻ്റെ പ്രിയരെ, ബാക്കി നമ്മൾ 100 കാര്യം പറയാനുണ്ടെങ്കിൽ വ്യക്തിപരമായ പ്രാഗൽഭ്യം ഇല്ലെങ്കിൽ നമ്മളൊരു പൂജ്യമാണ്. കാരണം നമ്മൾ മാത്രം ഇരിക്കുന്ന തലത്തിൽ നമ്മളറിയാം നമ്മൾ വെറുതെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെല്ലാവർക്കും ബഹുമാനം തരുമ്പോഴും വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കറിയാം നമ്മൾ പൊളിഞ്ഞു കിടക്കുക. നമ്മുടെ അന്ധരാത്മാവിൽ നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ തകർന്നു കിടക്കുക.
മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പറയാൻ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് എവിടെയോ ഉടഞ്ഞു കിടക്കുന്ന ജീവിതം, വ്യക്തിപരമായിട്ട് എവിടെയോ തകർന്നു കിടക്കുന്ന ജീവിതം, കർത്താവുമായിട്ടുള്ള ബന്ധം എവിടെയോ നുറുങ്ങിക്കിടക്കുന്ന ജീവിതം. പക്ഷേ അതിനകത്തുനിന്നാണ് പുറത്തു വരണ്ടേ, അതിനകത്തുനിന്ന് പുറത്തു വരണ്ടേ. എൻ്റെ പ്രിയരെ, ഞാൻ ഇന്ന് ഈ ഭാഗം പറയുന്നത് ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസം, ഏറ്റവും ലാസ്റ്റ് ദിവസമാണ്. എനിക്കറിയാം നമുക്കിഷ്ടപ്പെടുന്നൊരു 3-4 തലങ്ങളുണ്ട്. ആ തലത്തിൽ പോയാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വചനം അകത്ത് കയറി കത്തിയിട്ട്, ഈ വചനം നിങ്ങളുടെ അകത്ത് കയറിയിട്ട് നിങ്ങളുടെ അന്തരാത്മാവിനകത്ത് അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അത്ഭുതങ്ങളുമായിട്ട് നിങ്ങൾ പോകും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വൈകാരിക തലങ്ങളെ മാത്രം തൊട്ടുണർത്തിയിട്ട് അതിനകത്ത് വരുന്ന ഒരു അല്പനേരത്തെ ആനന്ദമല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. അന്തരാത്മാവിൽ വചനം കയറണം, അന്തരാത്മാവിൽ സർജറി നടക്കണം, അന്തരാത്മാവിൽ സർജറി നടക്കണം, അന്തരാത്മാവിൽ രൂപപ്പെടാൻ നടക്കണം. അങ്ങനെ രൂപപ്പെട്ട് 21 ദിവസം മുമ്പ് തിരുത്തപ്പെടേണ്ട ഒരു സ്വഭാവമുണ്ട്. 21 ദിവസം കഴിഞ്ഞിട്ടും അത് തിരുത്തപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ ഉപവാസം പാഴായിപ്പോയില്ലേ? 21 ദിവസം മുൻപേ ഞാൻ പറഞ്ഞൊരു വാക്കുകൊണ്ട് മുറിവേറ്റൊരു സഹോദരൻ എൻ്റെ അടുത്തുണ്ട്. 21 ദിവസം കഴിഞ്ഞപ്പോഴും മുറിവായി തുടരുന്നെങ്കിൽ ആ ഉപവാസം നിങ്ങൾക്ക് പാഴായിപ്പോയി. ഉപവാസ പ്രാർത്ഥന നിരപ്പിൻ്റെ ഇടവാ, ഉപവാസ പ്രാർത്ഥന ക്ഷമ ചോദിക്കേണ്ട ഇടവാ, ഉപവാസ പ്രാർത്ഥന മടങ്ങി വരേണ്ട ഇടവാ. വൈര്യമായിട്ട് ബാക്കി കിടക്കുന്നെങ്കിൽ ആ ഉപവാസത്തെ നിങ്ങൾ 10 ദിവസം പോയാലും ആ ഉപവാസം നിങ്ങൾക്ക് പ്രയോജനമായില്ല. ക്ഷമ ചോദിക്കാൻ വാ തുറക്കുന്നെങ്കിൽ ഉപവാസം നിങ്ങൾക്ക് പ്രയോജനമാവും. ഏറ്റു പറയാൻ വാ തുറക്കുന്നൊരു ഉപവാസം പ്രയോജനമായി മാറും. അകത്ത് ഈഗോ കൊണ്ട് മുറിവേറ്റ ഒരാളുണ്ടെങ്കിൽ, എൻ്റെ ഈഗോ ഹട്ടായി കിടക്കുന്നെങ്കിൽ, അതിനകത്ത് നിങ്ങൾക്ക് നിരപ്പ് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കേട്ട വചനമൊന്നും അകത്തേക്ക് കയറിയിട്ടില്ല. നിരപ്പ് പ്രാപിക്കട്ടെ, നിരപ്പ് പ്രാപിക്കട്ടെ. ഇന്ന് പകൽ 20ാമത്തെ ദിവസം പറയുന്നത് നിരപ്പ് പ്രാപിക്കട്ടെ, നിരപ്പ് പ്രാപിക്കട്ടെ, നിരപ്പ് പ്രാപിക്കട്ടെ. ഏറ്റു പറയാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ഈ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തരുന്നെങ്കിൽ നിരപ്പ് പ്രാപിക്കേണ്ട മേഖല നിരപ്പ് പ്രാപിക്കട്ടെ. എൻ്റെ മനസ്സിനകത്ത് ദൈവം ഉടയ്ക്കാൻ ആഗ്രഹിക്കുന്ന അഹങ്കാരങ്ങൾ ഉടഞ്ഞു പോകട്ടെ. ദൈവഹിതത്തിനകത്തുനിന്ന് എന്നിൽ പൊളിയാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ പൊളിഞ്ഞു പോകട്ടെ. അപ്പൻ്റെ ഇഷ്ടത്തിനകത്ത് തകരട്ടെ. എൻ്റെ ഈഗോയൊക്കെ തകർന്നു വീഴട്ടെ. എൻ്റെ സ്വയാധിപത്യം തകർന്നു വീഴട്ടെ. എൻ്റെ ദൈവഹിതത്തിന് വിരോധമായി എന്നിൽ ഉയർന്നിരിക്കുന്ന എൻ്റെ ജഡമേഖലകൾ പൊളിഞ്ഞു വീഴട്ടെ. അതിനായി ദൈവാത്മാവ് എന്നിലേക്ക് ഒരു ബുൾഡോസർ പോലെ ഇടിച്ചു കയറട്ടെ. എൻ്റെ പ്രിയരെ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ദൈവം കൈവിട്ടൊരു വ്യക്തി എന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ആ വ്യക്തിപരമായ പ്രാഗൽഭ്യം വരുവാൻ ഒരു പക്ഷേ നിങ്ങളെ പല മേഖലയിൽ ദൈവം പൊളിച്ചെന്ന് വരും. പല മേഖലയിൽ നിങ്ങളെ പൊളിച്ചെന്ന് വരും. നിങ്ങൾ പൊളിയപ്പെട്ടെന്ന് വരും. പൊളിയപ്പെടുമ്പം സഭയെ കുറ്റം പറയരുത്, പൊളിയപ്പെടുമ്പം ദൈവത്തെ കുറ്റം പറയരുത്. അത് നമ്മുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ്. കാരണം നമ്മൾ ആ മേഖലയിൽ ദൈവഹിതത്തിനപ്പുറത്തേക്കുള്ളത് ചിലത് ഉരുകി മാറി നമ്മൾ തെളിഞ്ഞു വരാനാണ് അപ്പൻ ആഗ്രഹിക്കുന്നത്. തെളിഞ്ഞു വരണം. ചില മേഖല തെളിഞ്ഞു വരാൻ ദൈവം ആഗ്രഹിക്കുക. ചില മേഖലയിൽ നമ്മൾ ജയമെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. ചില മേഖലയിൽ ദൈവം ബ്രേക്ക് ചെയ്യുന്നത് നമ്മളെ മോൾഡ് ചെയ്യാനും കൂടെയാണ്. ദൈവം തകർക്കുന്നത് അതിനകത്ത് അശുദ്ധിയെല്ലാം ഇമ്പ്യൂരിറ്റികളൊക്കെ തകർത്ത് കളഞ്ഞ് ദൈവഹിതത്തിനകത്ത് നമ്മെ രൂപപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പ്രോസസ്സിങ്ങിനകത്ത് നമ്മളായിരിക്കുന്നേ. ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നത് മനുഷ്യനല്ല, ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നത് ദൈവമാണ്. പ്രോസസ്സ് ചെയ്യുന്ന ദൈവം, റെസ്റ്റോർ ചെയ്യുന്ന ദൈവം, റീബിൽഡ് ചെയ്യുന്ന ദൈവം, റിഫോം ചെയ്യുന്ന ദൈവം, റിന്യൂ ചെയ്യുന്ന ദൈവം. ഇന്ന് പകൽ അങ്ങനെ ഒരു റെസ്റ്റോറേഷന്റെ പകലായി ഇത് മാറട്ടെ. ആത്മാവ് ചിലതിനെയൊക്കെ റെസ്റ്റോർ ചെയ്യുന്ന ചില മേഖലകൾ ദൈവഹിതത്തിന് വിരോധമായി പൊങ്ങിയതിനൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് ചിലതിനെ ദൈവം തിരിച്ചു പിടിക്കുന്ന, ദൈവഹിതത്തിലേക്ക് തിരിച്ചു പിടിക്കുന്ന ആത്മനിറവിൻ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന്, വ്യക്തിപരമായ ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കും. വ്യക്തിപരമായ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും.
എൻ്റെ പ്രിയരെ, നമ്മൾ ഈ ആത്മീക വിഷയത്തിനകത്ത് നിൽക്കുമ്പം പലപ്പോഴും പിശാച് നമ്മളെ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഈ പ്രാഗൽഭ്യക്കുറവിനെയാണ്. പലതിനകത്തും വിരൽ ചൂണ്ടുന്നത് ഈ പ്രാഗൽഭ്യക്കുറവിനെയാണ്. പല വിഷയങ്ങൾക്കും തടങ്ങൽ കിടക്കുന്നത് ഈ പ്രാഗൽഭ്യക്കുറവാണ്. ചെറിയൊരു വിഷയം അത്, പക്ഷെ കർത്താവ് അതിനെ വലുതായിട്ട് കാണുന്നു. പലപ്പോഴും സംഭവിക്കുന്നത് ദൈവം വലുതായി കാണുന്ന കാര്യത്തെ നാം ചെറുതായി കാണുകയും ദൈവം ചെറുതായി കാണുന്ന കാര്യത്തെ നമ്മൾ വലുതായി കാണുകയും ചെയ്യുക. ദൈവം വലുതായി കാണുന്ന കാര്യത്തെ നാം ചെറുതായി കാണുന്നു. ദൈവം ചെറുതായി കാണുന്ന കാര്യത്തെ നമ്മൾ വലുതായി കാണുന്നു. കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ദൈവം വലുതായി കാണുന്ന പല വിഷയങ്ങളും നമ്മളിൽ ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് കിടക്കുക. അവിടെയാണ് കർത്താവ് പറയുന്നത് നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുത്ത് മടങ്ങി വരണം. പ്രയോറിറ്റി കൊടുത്ത് മടങ്ങി വരണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിരപ്പ് ദൈവത്തിനൊരു വിഷയമാണോ? നിരപ്പ് ദൈവത്തിനൊരു വിഷയമാണ്. ദൈവത്തിന് വിഷയം. അത് ഏറ്റു പറയുന്നത് ദൈവത്തിന് വിഷയമാണോ? ദൈവത്തിന് വിഷയമാണ്. ജീസസ്. പൗലോസ് തൻ്റെ ലൈഫിനകത്ത് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഏറ്റവും ആദ്യം താൻ ഹട്ട് ചെയ്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഹട്ട് ചെയ്തതിന് പൗലോസിൻ്റെതായ ന്യായമുണ്ട്. മർക്കോസ് എന്ന് പറയുന്ന മനുഷ്യനെ പൗലോസിൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാം മിഷണറി യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ബർന്നബാസ് പറഞ്ഞു നമുക്ക് മർക്കോസിനെ തന്നെ വിളിച്ചുകൊണ്ട് പോകാം. പക്ഷെ പൗലോസ് പറഞ്ഞു അവൻ നമ്മളോട് കൂടെ വന്നിട്ട് അവൻ തിരിച്ചു പോയവനാണ്, അവൻ വേലയ്ക്ക് കൊള്ളാത്തവനാണ്, അതുകൊണ്ട് അവനെ എന്ത് ചെയ്യണ്ട, വിളിക്കണ്ട. ശരിക്കും അതിൻ്റെ മൂലഭാഷയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പദം അവൻ വേലയ്ക്ക് കൊള്ളാത്തവനെന്നാ. അവൻ വേലയ്ക്ക് കൊള്ളാത്തവൻ, അതുകൊണ്ട് അവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ട. പൗലോസ് പബ്ലിക്കായിട്ടത് പറഞ്ഞു. ഇതിൻ്റെ പേരിൽ പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് ബർന്നബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് അവിടെ സൈപ്രസ് ദ്വീപിലേക്ക് പോകുന്നു. പൗലോസ് ശീലാസിനെ കൂട്ടിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുക. അവിടെ ഒരു പിളർപ്പ് നടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ മനസ്സിനകത്ത് മർക്കോസ് എന്നത് നല്ലൊരു ഓർമ്മയല്ല. പക്ഷെ പിൽക്കാലത്ത് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയൊരു കാര്യം, ഏറ്റവും അവസാനത്തെ ലേഖനം പൗലോസ് എഴുതുമ്പം തീമത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നൊരു പദമുണ്ട്, മർക്കോസ് എനിക്ക് വേലയ്ക്ക് പ്രയോജനമുള്ളതാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. എന്തു നടന്നു? നിരപ്പ് നടന്നു. ചെറിയൊരു കാര്യത്തിന് ന്യായം പറഞ്ഞ പൗലോസ് പറയും എനിക്ക് ന്യായം ഉണ്ടല്ലോ പറയാൻ, കാരണം എൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് തിരിച്ചു പോയവനല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനകത്ത് എനിക്ക് എൻ്റേതായ ന്യായമുണ്ട്. ഇനി നിങ്ങൾ മർക്കോസിനെ നോക്കിക്കേ, അവിടെ എത്ര പേര് കൂടിയ സമൂഹത്തിൻ്റെ മുമ്പിലാണ് പൗലോസ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമൂഹം മുഴുവൻ കേട്ടു മർക്കോസിനെ പറ്റി പൗലോസ് പറഞ്ഞൊരു കാര്യം, അവൻ വേലയ്ക്ക് കൊള്ളാത്തവനാ. ഇങ്ങനെ പറഞ്ഞ ഒരാളെ പിന്നീട് പോയി സെർവ് ചെയ്യുമോ? ഇങ്ങനെ പറഞ്ഞ ഒരാളെ പിന്നീട് പോയി ശുശ്രൂഷിക്കുമോ? പക്ഷെ എഴുതി വെച്ചത് അവരുടെ രണ്ടുപേരുടെയും അകത്തു നിരപ്പ് നടന്നു. പൗലോസ് ഈ മർക്കോസ് എന്ന മനുഷ്യനെ അംഗീകരിച്ചു, അവനെ വേലയ്ക്ക് വിളിച്ചു, അവൻ്റെ ശുശ്രൂഷ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു അവൻ എനിക്ക് വേലയ്ക്ക് ഉപയോഗമുള്ളവനാകിയ നീ അവനെ കൂട്ടിക്കൊണ്ട് വരണം. നിരപ്പ് നടന്നു. ചില നിരപ്പ് നടക്കുമ്പോഴാണ് ശുശ്രൂഷയും, ചില നിരപ്പ് നടക്കുമ്പോഴാണ് ആത്മീക ബന്ധങ്ങളും സുദൃഢമായി മാറുന്നത്. ചില നിരപ്പ് നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ബന്ധങ്ങൾക്കകത്ത് ആ പഴയ ഊഷ്മളത വരാത്തത്. ആ യോഗങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ആ ഒരുമിച്ചുള്ള ആത്മീക സമൂഹത്തിനകത്ത് പല ഊഷ്മളതകളും തകർത്ത് കളയുന്നത് ചില ബന്ധത്തിനകത്തെ അസുരസ്യങ്ങളാണ്. എൻ്റെ പ്രിയരെ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൈവസഭയോട് ദൂതായി പറയുന്നു, ഈ 20-ാമത്തെ ദിവസം ചില ബന്ധത്തിനകത്ത് നിരപ്പ് വന്ന് ചില ഈഗോകൾ വലിച്ചെറിഞ്ഞ് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടെയാണ് പ്രസംഗിക്കേണ്ടതെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടും ഈ തന്ന വചനം എവിടുന്ന് വന്നതാണെന്നും നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ദൈവസഭയെ നോക്കി ഞാൻ ആത്മാവിന് വിളംബരം ചെയ്യുന്നു. ഈ 20-ാമത്തെ ദിവസം നിരപ്പിന് വേണ്ടി ചിലത് തയ്യാറാകണം. ചില ഈഗോകൾ വിട്ടുകളഞ്ഞ് നിരപ്പിന് വേണ്ടി തയ്യാറാകണം. ക്ഷമ പറയേണ്ട മേഖലകളിൽ ക്ഷമ പറയണം. ഈഗോ മുറുകെ പിടിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് അതൊരു പകയായിട്ട് മനസ്സിനകത്ത് വെച്ച മേഖലകൾ പൊളിഞ്ഞു മാറി നിരപ്പിന് തയ്യാറായാൽ ദൈവത്തിന്റെ ഫേവർ ലൈഫിനകത്ത് വരും.
നിങ്ങൾ മാത്രമല്ല, ആ ജനം മുഴുവൻ ആ ദൈവത്തിന്റെ ഫേവർ കാണുമെന്ന് ഇന്ന് പകൽ വിശ്വസിച്ച് നിരപ്പിന് തയ്യാറാകട്ടെ. ഇതൊരു പ്രവാചക ശബ്ദമായിട്ട് തന്നെ ഏറ്റെടുത്തോ. ദൈവസഭയോട് അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നേ, നിരപ്പിന് തയ്യാറാകട്ടെ, നിരപ്പിന് തയ്യാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസം ദൈവം അത് പിന്നെയും ആവർത്തിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു അത് നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവാചക ദൂത് തന്നെയാണ്. ദൈവത്തിന്റെ പ്രവാചക ദൂത് നിരപ്പുവാകേണ്ട മേഖലകൾക്കകത്ത് നിരപ്പ് സംഭവിക്കട്ടെ. ജീസസ് വ്യക്തിപരമായ പ്രാഗൽഭ്യത്തിനകത്തേക്ക് വരട്ടെ. എൻ്റെ പറയുന്നത്, എൻ്റെ പാട്ടിനപ്പുറത്തേക്ക് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പാട്ടിനപ്പുറത്തേക്ക് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗത്തിനപ്പുറത്തേക്ക് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രാഗൽഭ്യത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പാടുന്നതല്ല ദൈവത്തിന് വിഷയം, ഞാൻ പ്രാഗൽഭ്യത്തോടെ പാടുന്ന ദൈവത്തിന് വിഷയം. ഞാൻ കൈകൊട്ടുന്നതല്ല ദൈവത്തിന് വിഷയം, ഞാൻ പ്രാഗൽഭ്യത്തോടെ കൈകൊട്ടുന്ന ദൈവത്തിന് വിഷയം. ഞാൻ പ്രസംഗിക്കുന്നതല്ല ദൈവത്തിന് വിഷയം, ഞാൻ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്ന ദൈവത്തിന് വിഷയം. ഞാൻ മറ്റേത് കാര്യം ചെയ്യുന്നതുമല്ല ദൈവത്തിന് വിഷയം, അത് പ്രാഗൽഭ്യത്തോടെ ചെയ്യുന്നതാണ് ദൈവത്തിന് വിഷയം. ശുശ്രൂഷയ്ക്കകത്തൊക്കെ ചില പോകുമ്പം വീട്ടിലെ 8.5 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചിലപ്പം കഠിനമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഒരു 2 കിഴുക്ക് കൊടുക്കും. ഇത് കഴിഞ്ഞാലേ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് ഒന്ന് വിളിച്ചിട്ടൊന്ന് ഓടി അവളെ ഒന്ന് മടിയിലൊക്കെ ഒന്ന് ഇരുത്തി ഒന്ന് താലോലിച്ച് 2 ഉമ്മയൊക്കെ കൊടുത്ത് തിരിച്ച് 2 ഉമ്മയൊക്കെ വാങ്ങിച്ച് എന്നിട്ട് മാത്രമേ ശുശ്രൂഷയ്ക്ക് പോകത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ അവിടെ ചെന്നിരിക്കുമ്പം അതുപോലും പിശാച് കുത്തും. അതിനകത്ത് പോലും എവിടെ നമ്മളെ ചൂണ്ടാൻ അല്ലെങ്കിൽ അവൻ്റെ പ്ലേസ് ഇടാൻ എവിടെ പറ്റുമോ കാത്തിരിക്കുക. അവിടെയാണോ നമ്മൾ കൈപ്പിട്ട് കൊടുക്കുന്നത്? അവിടെയാണോ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി? കർത്താവ് സർവ്വതാ സജ്ജനായിരുന്നു പ്രവർത്തിക്കാൻ. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ചില മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആത്മീക കാര്യങ്ങളൊക്കെ പ്രാഗൽഭ്യം എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാ മേഖലയിലും ഉണ്ട്. ആത്മീക ശുശ്രൂഷകളെ ഏറ്റവും തികച്ച അലക്ഷ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പ്രിയൻ, നിങ്ങളുടെ പ്രാഗൽഭ്യം ഇല്ലാതാവുക. ആത്മീയ ശുശ്രൂഷകളെ അലക്ഷ്യതയോടെ കാണുന്നവർ, ആത്മീക ശുശ്രൂഷത്തെ ഗൗരവമല്ലാതെ കാണുന്നവർ, പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് വീടുകളിൽ ഓടിക്കാൻ പറഞ്ഞ എന്നെ ആവേശമാണെന്നറിയോ. പക്ഷെ കർത്താവിൻ്റെ സന്നിധി വന്ന ഈ വ്യക്തികൾ അവർക്ക് ഉറങ്ങാനുള്ള ടൈമായത്. അങ്ങനൊരു കൂട്ടമുണ്ട്. ആത്മീയ ശുശ്രൂഷ ഏറ്റവും അലസതയോടെ കാണുന്നവർ. അവിടെ വരുമ്പോഴേ അവർ മൊബൈലിൽ തപ്പുന്നേ. അവിടെ വരുമ്പോഴാണ് അവർ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നത്, മറ്റ് എഴുത്തുകൾ അവരുടെ മനസ്സിൽ വരുന്നത്. അലക്ഷതയോടെ കർത്താവിൻ്റെ സന്നിധിയെ അലക്ഷതയോടെ കാണുന്നവർ. നിങ്ങളുടെ പ്രാഗൽഭ്യം പോവുക. നാളെ ഒരു ആവശ്യങ്ങളുടെ മുമ്പിൽ വരുമ്പം മാത്രം കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് ദൈവദാസനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാൻ പിശാച് അവിടെ റെഡിയാ. അവിടെ ദൈവദാസനെ എത്ര ഗിഫ്റ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ അവിടെ റെഡിയാ. കാരണം നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട സാഹചര്യത്തിനകത്തു നിങ്ങളതിനെ അലക്ഷതയോടെ കണ്ടപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കാൻ അത് തടസ്സമായി നിൽക്കുക. കാരണം നിങ്ങൾ പിശാചിൻ്റെ കോർട്ടിലാണ് നിൽക്കുന്നേ. ദൈവ സാന്നിധ്യത്തെ അലക്ഷതയോടെ കാണുന്നവർ നിൽക്കുന്നത് പിശാചിൻ്റെ കോർട്ടിനകത്താ. എന്നാൽ നിങ്ങൾ ഏറ്റവും തികഞ്ഞ ആത്മാർത്ഥമുള്ള എൻ്റെ പ്രിയരെ, നിങ്ങളുടെ വാക്കുകളൊന്നും ഒരു വിഷയമല്ല. അറിയുന്ന രീതിയിൽ മനസ്സ് തൊട്ട് അപ്പാ എന്ന് വിളിക്കുന്ന ഒരു ഒറ്റ വിളി മതി. അതിനകത്ത് സ്വർഗം ചായച്ചിറങ്ങി വരും. ഒത്തിരി കടുങ്കട്ടി വാക്കൊന്നും വേണ്ട. നെഞ്ചകം പൊട്ടി അപ്പ എന്ന് വിളിക്കുന്ന ഒരു ഒറ്റ വിളിക്കകത്ത്, പ്രാഗൽഭ്യത്തോടെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ഒറ്റ വിളിക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗമുണ്ട്. പ്രാഗൽഭ്യത്തോടെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ പാദത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ. പ്രാഗൽഭ്യത്തിന്റെ തലത്തിലേക്ക് ജനം വരുന്ന, ഇതൊരു പ്രാഗൽഭ്യത്തിന്റെ തലത്തിലേക്ക് ദൈവം ജനത്തെ കൊണ്ടുവരുന്ന, ചില ശുദ്ധീകരണത്തിന്റെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു അസാധാരണ നിമിഷമായി ഇന്ന് പകൽ മാറണം. ആത്മാവ പ്രവൃത്തി ചെയ്യണം. എൻ്റെ പ്രിയ, നിങ്ങൾ ആ മേഖല ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാരം തന്നെ ഒഴിഞ്ഞു പോകും. ഈ പ്രാഗൽഭ്യം ലഭിച്ചാൽ ഭാരവും മാറും കേട്ടോ.
നമ്മൾ ഈ ചിലതൊക്കെ നമ്മൾ വലിച്ചുകൊണ്ട് നടക്കുന്നതിന് എന്നാ ഭാരമാണെന്നറിയാവോ? ലൈഫ് എന്നാ ഹൊറിബിളാണെന്നറിയാവോ? പക്ഷെ നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് ഒഴിഞ്ഞു വെക്കാവോ? നിങ്ങൾ സ്വതന്ത്രരാവും, നിങ്ങൾ ഇമോഷണലി ഫ്രീഡം ആവും, നിങ്ങൾ മെൻ്റലി ഫ്രീഡം ആവും, നിങ്ങൾ സ്പിരിച്വലി ഫ്രീ ആവും, നിങ്ങൾ ബോഡിയിൽ പോലെ നിങ്ങൾ ഫ്രീ ആവും. ചില ഭാരങ്ങൾ, ചിലത് വലിച്ചെറിയാത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തട. നമ്മളെ ഇന്നർ ബോണ്ടാക്കി നിർത്തിയിരിക്കുക. പക്ഷേ അതിൻ്റെ പ്ലാനും അതാ. കാരണം നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് ഇന്നർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം, ആന്തരികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. എൻ്റെ പ്രിയരെ, ആന്തരിക ഡിസ്റ്റർബ്ഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ മേഖലയും അത് ബാധിക്കും. ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ഈ ആന്തരികമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ഉള്ള മനുഷ്യനെ നോക്കുക, അവൻ പറയുന്ന വാക്കുകൾ പോലും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അകത്ത് നെഗറ്റിവിറ്റി മാത്രമുള്ള ഒരു മനുഷ്യനെ നോക്കുക, ആ മനുഷ്യൻ പറയുന്നത് മുഴുവൻ നെഗറ്റീവായിരിക്കും. അകത്ത് വല്ലാത്ത കയ്പ് നിറയുന്ന ഒരു 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 ആന്തരിക മുറിവ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ, ആ മനുഷ്യൻ പറയുന്നത് കയ്പായിരിക്കും. ഇതൊരു ഏറ്റവും ഏറ്റവും സ്വാഭാവികമായ കാര്യമാണ്. അപ്പം എന്താ സംഭവിക്കേണ്ടത്? അന്തരാത്മാവിൽ ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കണം. നമ്മളൊക്കെ ഒരു കാലം വരെ നമ്മുടെ ദേഹം ഇത്ര നേരം ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് ബോഡി പറയും. പക്ഷേ എൻ്റെ ബോഡിക്ക് വെള്ളം മതി, അതിലൊന്ന് ഹൈഡ്രേറ്റ് ആയാൽ മതി. പക്ഷേ എൻ്റെ സോള് ചിലപ്പോൾ, എൻ്റെ ആ ദേഹി എന്നോട് പറയും, ഇച്ചിരി നാരങ്ങ വെള്ളം കിട്ടിയ കുറേ കൂടെ. അപ്പം ഈ ബോഡിക്ക് എന്ത് മതി? വെള്ളം മതി. പക്ഷേ എൻ്റെ സോളിന് എന്തു വേണം? ചിലപ്പം പൈനാപ്പിൾ ജ്യൂസ് വേണം, കുലുക്കി സർബത്ത് വേണം. ഇതൊക്കെ ആര് ഐഡിയ തരുന്നേ? ആ ചൂടത്ത് പോകുമ്പം ഈ ബോഡിക്ക് വെള്ളം മതി, പക്ഷേ അത് കുലുക്കി സർബത്ത് തന്നെ കുടിക്കണമെന്ന് എന്നോട് പറയുന്നത് ആരാ? എൻ്റെ ദേഹി എന്നോട് പറഞ്ഞ അത് കിട്ടിയാൽ കൊള്ളാം. ദേഹി അവൻ്റെ വിചാര തലത്തിനകത്താണ് നമ്മൾ ജീവിച്ചത് മൊത്തം. പക്ഷെ ക്രിസ്തുവിൽ വന്നപ്പം ഇനിമേൽ ദേഹിയല്ല നമ്മെ നിയന്ത്രിക്കുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത് ആത്മാവാ. നമ്മെ നിയന്ത്രിക്കുന്നത് ആത്മാവാ. എൻ്റെ ദേഹത്തിന് വേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അത് ദൈവകൃപയുടെ നിയന്ത്രണത്തിനകത്ത് മാത്രമേ അത് ഫുൾഫിൽ ആകത്തുള്ളൂ. കാരണം എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. ഞാൻ പറഞ്ഞത്, ദേഹിയുടെ നിയന്ത്രണത്തിനകത്ത് പ്രാകൃതമായി ചലിക്കാനല്ല നാം വിളിക്കപ്പെട്ടത്, ആത്മാവിൻ്റെ നിയന്ത്രണത്തിനകത്ത് തികച്ചും ആത്മീകമായി ചലിക്കാൻ വിളിക്കപ്പെട്ടതാ. എന്തിനാ ഈ ഭാരം കൊണ്ട് നടക്കുന്നത്? എന്തിനാ ഈ വല്ലാത്ത പീർ പ്രഷറിൽ നടക്കുന്നത്? വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൂടെ? എത്ര കാലമായിട്ട് ഈ ആന്തരിക മുറിവുമായിട്ട് നടക്കുന്നു, ആന്തരിക ഭാരവുമായിട്ട് നടക്കുന്നു. വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൂടെ? ഞാൻ ഈ കാലത്ത് എനിക്ക് ശുശ്രൂഷക്കകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഏറ്റവും അധികം മുറിവേറ്റവർ പുറത്തുണ്ട്, അതുപോലെ മുറിവേറ്റവർ അകത്തുമുണ്ട്. ദൈവസഭയ്ക്കകത്ത് ഒത്തിരി മുറിവേറ്റവരുണ്ട് കേട്ടോ. ദൈവസഭകൾക്കകത്ത് ഒത്തിരി മുറിവേറ്റവരുണ്ട്. എനിക്ക് ശുശ്രൂഷ പരിചയം 18 വർഷത്തെ മാത്രമേ ഉള്ളൂ. എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഈ കഴിഞ്ഞ 18 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതിൽ 14 വർഷം ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ടാണ്. അതുകൊണ്ട് ഈ 18 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഈ 18 വർഷത്തിനകത്തുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് പല സമൂഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കാൻ കർത്താവ് അവസരം നൽകിയതുകൊണ്ട് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഒത്തിരി മുറിവേറ്റവർ ദൈവസഭയ്ക്കകത്തുണ്ട്. വല്ലാതെ ഉടഞ്ഞവർ ദൈവസഭയ്ക്കകത്തുണ്ട്. ദൈവസഭയ്ക്കകത്ത് മുറിവേറ്റവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവസഭയുടെ അസ്തിത്വം തന്നെ ചോദ്യമാണ്. കാരണം ഇത് മുറിവേറ്റവരുടെ ഇടമല്ല, മുറിവ് ഉണങ്ങുന്നിടമാണ്. മുറിവുണങ്ങുന്ന സഭയ്ക്കകത്ത് മുറിവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സഭയ്ക്ക് മറ്റുള്ളവരുടെ മുറിവ് ഉണക്കാൻ പറ്റുന്നത്? ഇതിനകത്ത് മുറിവുണങ്ങണം. പല സാഹചര്യങ്ങൾ കൊണ്ട് മുറിവേറ്റവർ ഇതിനകത്തുണ്ട്. മനുഷ്യൻ്റെ വാക്കുകൾ മുറിവേൽപ്പിച്ചവർ ഇതിനകത്തുണ്ട്. സാഹചര്യങ്ങൾ മുറിവേൽപ്പിച്ചവർ ഇതിനകത്തുണ്ട്. സാമ്പത്തിക മേഖലയിൽ മുറിവേറ്റവർ ഇതിനകത്തുണ്ട്. ഇതൊന്നുമല്ല, വൈകല്യങ്ങൾ കൊണ്ട് മുറിവേറ്റവർ ഇതിനകത്തുണ്ട്. മനുഷ്യൻ മുറിവേൽപ്പിച്ചവരുണ്ട്. രോഗങ്ങൾ മുറിവേൽപ്പിച്ചവർ ഇതിനകത്തുണ്ട്. പലരും ഉദിച്ചുയരുമെന്ന് പറഞ്ഞ പലരും ജീവിതത്തിനകത്ത് ചില സാഹചര്യങ്ങൾ കൊണ്ട് മുറിവേറ്റു വെട്ടേറ്റുപോയവരുണ്ട്, മണ്ടയേറ്റുപോയവരുണ്ട്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ആകുമെന്ന് പറഞ്ഞൊരു സാഹചര്യം, പക്ഷേ ജീവിതത്തിൻ്റെ എവിടെയും എത്തിയില്ല, അങ്ങ് മണ്ടയടഞ്ഞു പോയി. അവർ സ്വയം എപ്പോഴും പറയുന്നു, ഞാൻ കൊള്ളത്തില്ല, ഞാൻ കൊള്ളില്ല, ഈ വാക്ക് തന്നെ പറയുന്നു. ഗതി പിടിക്കത്തില്ല, ഈ വാക്ക് തന്നെ പറയുന്നു. അവരുടെ സ്വയത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയായിപ്പോയി ജീവിതം. എവിടെയൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് ചലിക്കാൻ പറ്റിയില്ല. ഒത്തിരി കഴിവുണ്ട്, ഇപ്പോഴും അകത്ത് ഒത്തിരി കഴിവുണ്ട്. വായി തുറന്ന് അവരുടെ അന്തരാത്മാവിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഗഹനമാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തോട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എവിടെയോ ആന്തരിക മുറിവുകൾ അവരെ അമർച്ച ചെയ്തു പോയി. ആന്തരിക മുറിവ് അമർച്ച ചെയ്തവർ,
സാഹചര്യങ്ങളുടെ മുറിവ് കൊണ്ട് വല്ലാതെ പരിമിതപ്പെട്ടു പോയവർ. നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വാക്ക് പറഞ്ഞവരെയൊക്കെ നോക്ക്, അവർ ലൈഫിൽ എവിടെയോ മുറിവേറ്റവരാ. ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ ഉള്ളവരെ നോക്ക്, അവർ ലൈഫിനകത്ത് എവിടെയോ മുറിവേറ്റവരാ. നെഗറ്റീവ് മാത്രം കാണുന്നവരെ നിങ്ങൾ നോക്ക്, ലൈഫിനകത്ത് അവരെവിടെയോ മുറിവേറ്റവരാ. ലൈഫിനകത്ത് മുറിവേറ്റിട്ട് ആ മുറിവ് ഉണങ്ങാത്തത് കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ ആ മുറിവ് പേറി ജീവിക്കുക, ഭയം പേറി ജീവിക്കുക. ചിലർക്ക് ഭയങ്കര ഭയമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് UK ഒരിടത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ ഒരു 3 സെഷൻ ഞാൻ ഇന്നർ ഹീലിംഗ് എന്നൊരു വിഷയത്തെ അവിടെ സംസാരിച്ചു. അപ്പനെ പറ്റിയാന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടം ഇദ്ദേഹത്തിൻ്റെ ആർമിയിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ അപ്പൻ എന്ന നിലയിൽ നല്ലൊരു ഓർമ്മ മനസ്സിനകത്തില്ല. ഭയങ്കര ഭീകരരൂപിയായ ഒരു മനുഷ്യനെ ഓർമ്മ. അദ്ദേഹം പറയുന്നത് വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, കൊച്ചുമക്കളുണ്ടായി. ഇപ്പോഴും രാത്രികളിൽ സ്വപ്നങ്ങളിൽ ഈ അപ്പനെ കണ്ട് ഞെട്ടി ഉണരുവന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, 65 വയസ്സുള്ള ഒരു അപ്പൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 65 വയസ്സുള്ള ഒരു അപ്പൻ്റെ കാര്യം. 65ാമത്തെ വയസ്സിലും ഈ മനുഷ്യൻ തൻ്റെ അപ്പനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ മനുഷ്യന് പുറത്തു വരാൻ പറ്റില്ല. അന്തർമുഖനായി പോയി. ആ തൻ്റെ കുടുംബത്തിനകത്ത് താൻ അന്തർമുഖനായി പോയി. തനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, താൻ അടങ്ങിയെടുക്കുക. ആ മനുഷ്യൻ ആലറിക്കറയുന്നത് ഞാൻ കണ്ടു. അന്ന് രാത്രി ആലറിക്കറയുന്നത് കണ്ടു. ഞാൻ പറഞ്ഞത് എത്ര വർഷമായി ഈ തോട്ടകത്ത് കയറിയിട്ട്, തൻ്റെ ബാല്യത്തിൽ എപ്പോഴോ തുടങ്ങിയത് 55-60 വർഷമായിട്ട് ഈ ഒരു തോട്ടാണ് തന്നെ ഇങ്ങനെ നിയന്ത്രിച്ച്. താൻ അന്തർമുഖനായ കാര്യം അവിടെയാ. അതിൻ്റെ പിൻപിലുള്ള കാരണം അവിടെയാ. ചില റൂട്ട് കോസുകളാണ് ചില ഹീലിങ്ങിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ആ റൂട്ട് കോസുകളെ കണ്ട് അവിടെ ആത്മാവിൽ നിങ്ങൾക്ക് ജയമെടുക്കാൻ കഴിഞ്ഞാൽ ഇന്നുള്ള മേഖലകൾ മാറും. ചിലർ പറയും പാരമ്പര്യമായിട്ട് വന്നതാണെന്ന്. ഏത് പാരമ്പര്യത്തെയും കർത്താവിൻ്റെ ആത്മാവിന് തകർക്കാൻ പറ്റും. ദൈവാത്മാവിൻ്റെ ഇടപെടലിന് എത്ര പാരമ്പര്യമാണെങ്കിലും എത്ര ജെനറ്റിക്കലാണെങ്കിലും അതിൻ്റെ പുറകിൽ വന്ന ഏത് കാര്യത്തെയും തകർക്കാൻ പറ്റും. കാരണം അതിൻ്റെ റൂട്ട് കോസുകൾക്കകത്തേക്ക് കടന്നു എന്ന് ചലിക്കാൻ കഴിയുന്ന ഒരു ദൈവാത്മാവിൻ്റെ നിയന്ത്രണങ്ങളും നിയോഗങ്ങളുമുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാഗൽഭ്യത്തെ കനിക്കുന്ന മേഖലകളെ നിങ്ങൾ കണ്ടെത്തണം. ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ഇതിന് എത്രയൊക്കെ പുറകിലുണ്ട്. പണ്ടപ്പോഴോ ഏറ്റ ഒരു അബ്യൂസ് കൊണ്ട് ഇപ്പോഴും മുൻപോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് ബാധിക്കപ്പെടുന്നവരുണ്ട്. അത് മുഖാന്തരം ലൈഫിനകത്ത് ഒതുങ്ങിപ്പോയവരുണ്ട്. മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് മടുത്തു പോയവരുണ്ട്. അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാതെ ഈ ഞെരിച്ചമർത്തപ്പെട്ട് മനുഷ്യനെ അടിച്ചമർത്തിയ ആൾക്കാർ, അവരുടെ ലൈഫ് എപ്പോഴും അടിച്ചമർന്നാണ് ജീവിക്കുന്നത്. അവർക്ക് എവിടെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എവിടെയും പുറത്തു വരാൻ പറ്റുന്നില്ല. പ്രാഗൽഭ്യം ഏതൊക്കെയോ മേഖലകളിൽ പോയ ജീവിതങ്ങൾ. ഇവിടെയാണ് ഹീലിംഗ് നടക്കേണ്ടത്. ഇതിന് കഴിയുന്ന ഒറ്റ മേഖലകളുള്ളൂ. പരിശുദ്ധാത്മാവ് ആ മേഖലയെ ജയിക്കണം. ആത്മാവ് മേഖലയെ ജയിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഈ 20ാമത്തെ ദിവസം പകലിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി അങ്ങനൊരു ഹീലിംഗ് വെളിപ്പെടണം. അങ്ങനൊരു ഹീലിംഗ് വെളിപ്പെടണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ ഏതൊക്കെ മേഖലകളിൽ മുറിവേറ്റ് തളർന്ന് ആന്തരിക മുറിവും പേറി ജീവിക്കുന്ന ചിലത എക്സ്പ്രസ് ചെയ്ത് ഹീലിംഗ് സംഭവിക്കുന്ന ഒരു പകലായി ഇന്ന് പകൽ മാറട്ടെ. വിശ്വസിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ ഹീലിംഗ് നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടട്ടെ. ഒരു ഇന്നർ ഹീലിംഗുകൾ, ആന്തരിക സൗഖ്യങ്ങൾ, ആത്മാവും പ്രാണനും ദേഹവും അശേഷം ആത്മാവ് ഇന്ന് പകലത് ചെയ്യുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകലത് ചെയ്യുക. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ആ ദൈവത്തിന്റെ ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ശുശ്രൂഷ മേഖലകൾക്കകത്ത് പരിമിതപ്പെട്ടു പോയവർ, മനുഷ്യരുടെ വാക്കുകൾ കൊണ്ട് പരിമിതപ്പെട്ടു പോയവർ, സാഹചര്യത്തിൽ ഞെരിച്ചമർത്തിയ ഒരു പിൽക്കാലം കൊണ്ട് ഇന്നും ഒതുങ്ങി നിൽക്കുന്ന പലരെയും തട്ടി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചോ. എൻ്റെ വർത്തമാന കാലത്തെ അങ്ങൊന്ന് തിരുത്തിയെഴുതണം. ചില ഭൂതകാലത്തിന്റെ വല്ലാത്ത വേദനകൾ എൻ്റെ ലൈഫിനകത്തുനിന്ന് എടുത്തു മാറ്റപ്പെട്ട് ദൈവാത്മാവിനെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന
ഒരു ഇന്നർ ഹീലിങ്ങിന്റെ പകലാകണം. വ്യക്തിപരമായ ഒരു പ്രാഗൽഭ്യത്തിലേക്ക് കാലുവെക്കണം. ജീസസ് ജീസസ് ജീസസ്. ഇത് ആത്മനിറവിൻ്റെ ലക്ഷണമാണ്, വ്യക്തിപരമായ പ്രാഗൽഭ്യം. ഈ പ്രാഗൽഭ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പ്രയോജനമില്ലാത്തവരായി മാറും. പണ്ടൊരു മനുഷ്യൻ പറഞ്ഞൊരു പദമുണ്ട്, ഒരു ദേശത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ കപ്പാസിറ്റി കൊടുത്തവരാ. പക്ഷെ അവരാണ് സ്വന്തം സമൂഹത്തെ അല്ല, സ്വന്തം ഒരു ചെറിയ ചുറ്റുപാടുകളെ പോലും തൊടാൻ കഴിയാതിരിക്കുന്നത്. അവർ അകത്ത് ദൈവം ഇട്ടുകൊടുത്ത കാലിബർ ദേശത്തെ മുഴുവൻ ഇളക്കാനുള്ള നിയോഗം ദൈവം അകത്ത് കൊടുത്തവരത്. പക്ഷെ അങ്ങനൊരു വ്യക്തി വന്നിരിക്കുന്നത് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില മനുഷ്യർ ചിലയിടത്തുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു പ്രസൻസ് ഉണ്ട്. അവരിയ്ക്കുമ്പോഴേ അറിയാം അവരുടെ ഒരു പ്രസൻസ്. അവരൊരു ദിവസം ഇല്ലേ നമ്മളത് ഫീൽ ചെയ്യും. അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യും. അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യും. അവർ ഷോ ഓഫ് എടുക്കുന്നതല്ല, അവരുടെ പ്രസൻസിനകത്ത്, അവരുടെ ആ ലൈഫിനകത്തുണ്ടാ ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷെ ചിലരുള്ളതും ഇല്ലാത്തതും നമ്മൾ അറിയത്തില്ല. ഉള്ളതും ഇല്ലാത്തതും അറിയത്തില്ല. അവരും കഴിവില്ലാത്തവരല്ല. ദൈവത്തിൻ്റെ പദ്ധതി അവരുടെ ലൈഫിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ലൈഫിനകത്ത് അവർ ബ്രോക്കണായിപ്പോയി. ബ്രോക്കണായ മേഖലയിൽ ഹീലിംഗ് നടക്കണം. ഞാൻ 2 കാര്യം പറഞ്ഞു, വേഗത്തിൽ നിർത്താം. രണ്ടാമത്തെ കാര്യം ഗോഡ്ലി ക്യാരക്ടറാണ്. ആത്മനിറവിൻ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വഭാവം രൂപീകരിക്കപ്പെടും. സ്വഭാവത്തിനകത്ത് മാറ്റം വരും. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം പറയാം, നമ്മളെ ഉടക്കേണ്ട മേഖലയെ ഉടച്ചു കളയും കേട്ടോ. നമ്മളെ ഉടക്കേണ്ട മേഖലയെ ഉടയ്ക്കും. എവിടെ നമ്മളിൽ ദൈവഹിതമല്ലാത്തത് ഉയർന്നു നിൽക്കണോ പൊളിക്കണോ എന്ന് കർത്താവിന് അറിയാം. ആ മേഖലയിൽ റൈറ്റായിട്ട് വാള് കയറുന്നത് കൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കണം, കർത്താവെ ദൈവഹിതമല്ലാതെ ഉയർന്നു നിൽക്കുന്ന മേഖലയിലൊക്കെ വാള് കയറട്ടെ കർത്താവെ. ദൈവഹിതമല്ലാത്ത ഉയർച്ചകൾക്കകത്തൊക്കെ അതിനെ വെട്ടിക്കളയണം കർത്താവെ. അതിച്ചിരി വേദനയാണ്, പക്ഷേ അതിനകത്ത് ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ദൈവഹിതമല്ലാതെ ഉയർന്നു നിൽക്കുന്ന മേഖലകൾക്കകത്ത് വാള് കയറണം. ജീസസ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊന്നു ഇത് ഡിസംബറിൽ തന്നെയാണ്, കണ്ണൂർ ഒരു സുവിശേഷ യോഗത്തിന് വേണ്ടി പോയി. രാവിലെ ഞാൻ വന്ദേ ഭാരതിന് പോയി, രാത്രി തിരിച്ച് കല്ലട ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടി ഞാൻ ചെങ്ങന്നൂർ കൊണ്ടിട്ടിട്ടാണ്, കോട്ടയത്ത് കൊണ്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ തിരിച്ചു വരുന്ന അവിടുന്ന് പ്രസംഗമെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അന്നേരം മെസ്സേജ് വന്നു, വണ്ടി ഇതിനു മുമ്പ് ഒരു 5 കിലോമീറ്റർ പുറകിൽ ഒരു ആക്സിഡൻറ്റ് വന്നു, ക്യാൻസലായെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ എനിക്ക് കോട്ടയത്ത് എത്തണം, യോഗ നടത്തണം. മറ്റൊരു സാധ്യതയില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഒരു ലോക്കൽ ട്രെയിൻ മാത്രമുണ്ട്. അതിന് ലോക്കൽ ട്രെയിൻ അല്ല, ദൂരെ നിന്ന് വരുന്നൊരു ട്രെയിനാണ്. അതിന് ഒറ്റ ബോഗി മാത്രമുണ്ട് ലോക്കലായിട്ട്, മറ്റേ ഒരു ടിക്കറ്റും അവൈലബിൾ അല്ല. രാത്രി അതിനകത്ത് കയറി. നമ്മൾ കയറിയത് മാത്രം ഓർമ്മയുണ്ട്, ബാക്കി ഇടിച്ച ആൾക്കാർ ബാക്കി കയറ്റി. ഈ സാൻഡ്വിച്ച് പരുവത്തിനകത്ത് അവിടെ നിൽക്കുക. ശരിക്കും നല്ല ക്ഷീണമുള്ളൊരു ദിവസമാണ്, കാരണം കണ്ടിന്യൂസ് മീറ്റിങ്ങുള്ള ദിവസമായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ഞാൻ അതുകൊണ്ട് കല്ലട ബസ്സിൽ കയറിയ 10 മിനിറ്റിനകത്ത് ഞാൻ ഉറങ്ങും. അതുപോലത്തെ പരിപാടിയിൽ ഞാൻ നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് കയറി ആൾക്കാർ ഇങ്ങനെ സാൻഡ്വിച്ച് അടിച്ച് നമ്മളിങ്ങനെ നിർത്തിയിരിക്കുക. കുറേ കഴിഞ്ഞ് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ട്. ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എന്തുകൊണ്ടാണ് ഇത്? കാരണം ഞാൻ അങ്ങേ പ്രസംഗിക്കാൻ തന്നെയല്ല ഇവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി കർത്താവിനോട് സംസാരിക്കുന്ന രാത്രിയായിരുന്നു. ദൈവം എന്നോട് നിരന്തരമായിട്ട് അവിടെ സംസാരിക്കാൻ തുടങ്ങി. കർത്താവിനോട് പറഞ്ഞു, മോനെ ഇത് ഒരു റിയാലിറ്റിയാണെന്ന് പറഞ്ഞു. ഇതും ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയും യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. ശരിക്കും കല്ലട ബസ്സിൽ കയറിയ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയേനെ. ഇവിടെ ഞാൻ ഉറങ്ങിയില്ല, പക്ഷേ അന്ന് രാത്രി മൊത്തം ദൈവം എന്നോട് സംസാരിച്ചു. റിയാലിറ്റികളുടെ ഗ്രൗണ്ടുകളിലൂടെ തമ്പുരാൻ എന്നെ കൊണ്ടുപോയിട്ട് മുഴുവൻ മേഖല എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെയും ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇങ്ങനെയും ഒരിടമുണ്ട്, ഇങ്ങനെയും രൂപപ്പെടുത്താൻ എനിക്ക് കഴിയും. ഞാൻ അന്ന് ആ ട്രെയിനിൻ്റെ ഇടിക്കകത്ത് നിന്ന് ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എവിടേക്കോ ദൈവഹിതമല്ലാതെ ഉയർന്നു നിൽക്കുന്ന മേഖലകളൊക്കെ പൊളിക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. അടുത്ത ദിവസം എനിക്ക് പിന്നെയും കൺവെൻഷനുണ്ട്. ഞാൻ ഇവിടെ വന്നിറങ്ങി, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ചർച്ചിൽ കൊണ്ടുവന്നു, ഞങ്ങൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് വൈകിട്ട് എൻ്റെ കാർ എടുത്തിട്ട് കൺവെൻഷന് പോകാൻ വേണ്ടി ഞാൻ ചെല്ലുന്നു. ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ കാറിൻ്റെ കീ മാത്രം എടുത്തില്ല.
എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പിന്നൊരു സാഹചര്യമില്ല. ഒരു സ്കൂട്ടർ മാത്രമുണ്ട്. സ്കൂട്ടറെ ഞാൻ അങ്ങ് കടമ്പനാട് വരെ ഓടിച്ചു പോവാം. ഈ ഓടിച്ചു പോകുന്ന സമയത്ത് ഡിസംബർ മാസമാണ്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഈ പോകുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അങ്ങയുടെ പാഠം ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, മോനെ ഇത് ഒരു റിയാലിറ്റി അല്ലേ? കാരണം ദൈവം എന്നെ ഓർപ്പിച്ച് തിരിച്ചു കൊണ്ടുപോയ ഒരു കാലഘട്ടമുണ്ട്. ഏതാണ്ട് ഒരു 7 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ബൈക്കിനകത്ത് 1.25 ലക്ഷം കിലോമീറ്റർ, കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ 1.25 ലക്ഷം കിലോമീറ്റർ ബൈക്കിലോടിയ ഒരു കാലഘട്ടം എനിക്ക് പുറകിലുണ്ട്. തമ്പുരാൻ എന്നെ ആ ഗ്രൗണ്ടിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ ഇതും ഒരു റിയാലിറ്റിയാണെന്ന് പറഞ്ഞു. ശരിക്കും അന്ന് ഞാൻ വീട്ടിൽ വന്നത് രാത്രി 11:45. പക്ഷേ ഈ 11:45 എൻ്റെ വീട്ടിൽ കയറുന്നത് വരെ അപ്പൻ എന്നോട് സംസാരിക്കുന്ന മണിക്കൂറാണ്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എവിടെ ഉടയ്ക്കണമെന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയാം, എവിടെ തിരുത്തണമെന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയാം. ദൈവഹിതത്തിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത ഉയരുമോ വെട്ടും കർത്താവ്. ആ മേഖല ഏറ്റവും റൈറ്റ്ലി ദൈവം വെട്ടും. അതാണ് ചില മേഖലകളുടെ ബാലശിക്ഷ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് തമ്പുരാൻ അവിടെ വെട്ടി ദൈവഹിതത്തിനകത്തേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഉപവാസ പ്രാർത്ഥന ചില തിരിച്ചുവരവിൻ്റെയും എൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെയും ദൈവഹിതത്തിനും ദൈവ ഇഷ്ടത്തിനും വിരോധമായി ഉയർന്നിരിക്കുന്ന ചില ഉയർച്ചകൾ ദൈവഹിതത്തിന് വിരോധമായി ഉയർന്നിരിക്കുന്ന ചില ഉയർച്ചകൾ അമർച്ച ചെയ്യപ്പെടുന്ന നിമിഷങ്ങളാക്കി മാറ്റണമെന്ന് കൊതിക്കുന്നവർ ഇതിനകത്തോടെ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ദൈവം കരുണ കാണിക്കും. അപ്പൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ കാണിക്കും. നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, നിങ്ങളെ തിരിച്ചു പിടിക്കും, നിങ്ങളെ ദൈവ ഇഷ്ടത്തിനകത്തേക്ക് മടക്കിക്കൊണ്ടുവരും, ദൈവാലോചനയ്ക്കകത്തേക്ക് മടക്കിക്കൊണ്ടുവരും. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം പ്രാർത്ഥിച്ചോ. ഇതൊരു അസാധാരണമായ ദൈവത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ പകലായി മാറട്ടെ. ആത്മാവ് നമ്മുടെ അന്തരാത്മാവിനെ ഡീൽ ചെയ്യുന്ന പകലായി മാറട്ടെ. വചനത്താലും ആത്മാവിനാലുമുള്ള വിടുതലുകൾ സംഭവിക്കുന്ന പകലായി മാറട്ടെ. സ്വഭാവ രൂപീകരണവും ശുദ്ധീകരണവും നടക്കുന്ന പകലായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഴമായ പരിവർത്തനങ്ങൾ വരുത്തുന്ന അത്ഭുത ഇടപെടൽ. അസാധാരണമായ ദൈവകരം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ജനത്തെ തോരട്ടെ. ദൈവശക്തി ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു ദൈവിക ശുദ്ധീകരണത്തിൻ്റെ, ദൈവിക രൂപപ്പെടലിൻ്റെ, ദൈവിക സ്വാതന്ത്ര്യത്തിൻ്റെ, ദൈവിക അത്ഭുതത്തിൻ്റെ, ദൈവ പ്രവർത്തിയുടെ പകലായി ഇന്ന് പകൽ മാറട്ടെ. അങ്ങനെ ജനത്തിന് വേണ്ടി സംഭവിക്കട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ലൈഫിനകത്ത് അങ്ങനെ പരിവർത്തനം വരുത്തുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന രൂപീകരിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, ജീവൻ പകരുന്ന, ജയം നൽകുന്ന ആത്മനിറവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം വ്യക്തിപരമായ പ്രാഗൽഭ്യമാണ്. ആത്മനിറവിൻ്റെ രണ്ടാമത്തെ ലക്ഷണം നമ്മുടെ സ്വഭാവ രൂപീകരണമാണ്. ആത്മനിറവിൻ്റെ മൂന്നാമത്തെ ലക്ഷണം ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നമുക്കൊരു ധാർമ്മിക ധൈര്യം ഉണ്ടായിരിക്കും. ചിലതിനോട് ചെറുത്ത് നിൽക്കാൻ, ധൈര്യത്തോടെ പറയാൻ നമുക്ക് അധികാരം വരും. എസ് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ചില നോയും കൂടെ ദൈവം ആഗ്രഹിക്കുക. എസ് പറയാൻ കുറെ കൂടെ എളുപ്പം, നോ പറയാൻ കുറെ കൂടെ പാടാ. ആത്മനിറവിൻ്റെ ജീവിതം, ആത്മാവിനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത, നോ പറയേണ്ടിടത്ത് നോ പറയും. എല്ലാത്തിനകത്തും എസ് പറയാൻ പറ്റത്തില്ല, എല്ലാത്തിനകത്തും ഓക്കെ പറയാൻ പറ്റത്തില്ല. ദൈവഹിതമല്ലാത്തതിനോട് നോ പറയും. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ഒരു നോ ജോസഫിന് വരുത്തിയത് 13 വർഷത്തെ കാരാഗ്രഹമാണ്. പക്ഷെ കാരാഗ്രഹം മാത്രം ലോകം കണക്കെടുത്താൽ അവിടം കൊണ്ടെല്ലാം തീർന്നേനെ. കാരാഗ്രഹത്തിന് ശേഷം ഉയർച്ചയുടെ ദൈവം തിരിച്ചു പിടിച്ചൊരു കാലം കൂടെ ഉണ്ടെന്നുള്ളത്, ദൈവത്തിൻ്റെ നീതി അവൻ്റെ ലൈഫിൽ വെളിപ്പെട്ടതാണെങ്കിൽ ഒരു നോയ്ക്ക് വിലയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
യെസ് പറഞ്ഞതിനേക്കാൾ വില ഒരു നോയ്ക്കുണ്ട് കേട്ടോ. യെസ് പറഞ്ഞ ചിലപ്പോൾ പലതും ഒഴിവായി പോകും. യെസ് പറഞ്ഞാൽ പലതും ഒഴിവായി പോകും. പക്ഷെ നോ പറഞ്ഞ ചില കാരാഗ്രഹങ്ങൾ വരേണ്ടി വരും. പക്ഷെ കാരാഗ്രഹത്തിനകത്തുകൊണ്ട് തൻ്റെ ഭക്തനെ തട്ടി പുറത്തെടുത്ത് വാഗ്ദത്തത്തിൻ്റെ നിറവിലേക്ക് തമ്പുരാൻ കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ കാലമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ദൈവഹിതമായതിനകത്ത്, ദൈവത്തിന് വിരോധമായി, ദൈവ ഇഷ്ടത്തിന് വിരോധമായതിനകത്ത് നോ പറഞ്ഞോ അതൊരു നഷ്ടമല്ല, അതൊരു നഷ്ടമല്ല. ദൈവഹിതത്തിന് വിരോധമായി നിൽക്കുന്നതിനകത്ത് നിങ്ങൾ പറയുന്ന ഒരു നോ ഒരു നഷ്ടമല്ല, അത് ദൈവം ആദരിക്കുന്നതാ. റബല രഗാന ധിരാജല പ്രബന്ധരാദിയ. ഓ ജീസസ് 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 ജീസസ്. ഒരു ധാർമ്മിക ധൈര്യം നമ്മുടെ അകത്തുണ്ടാകട്ടെ. ദൈവഹിതമല്ലാത്തതിന് നോ പറയട്ടെ, ദൈവഹിതമല്ലാത്തതിന് നോ പറയട്ടെ. ഹെരോദാവിൻ്റെ മുമ്പിൽ നിന്ന് അത്ഭുതം ചെയ്യാൻ പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വാക്കും മിണ്ടിയില്ലെന്നാണ് കാണുന്നേ. പിതാവിന് മഹത്വം കൊടുക്കാത്ത അത്ഭുതങ്ങളോട് പോലും യേശു നോ പറഞ്ഞു. ജനം മൊത്തം രാജാവാകാൻ വന്നു പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് നോ പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി. 5000 പേര് പറഞ്ഞിട്ട് രാജാവാകേണ്ട ആവശ്യം എൻ്റെ കർത്താവിനില്ല. കാരണം അവിടുന്ന് അത്ഭുത മന്ത്രിയാ, അവിടുന്ന് വീരനാം ദൈവമാ, അവിടുന്ന് നിത്യ പിതാവാ, സമാധാനത്തിൻ്റെ പ്രഭുവാ. ജനം രാജാവാകേണ്ട ഗതികേടുകൾ തനിക്ക് വന്നിട്ടില്ല. ദൈവഹിതമില്ലാത്തത് ചിലതൊക്കെ മുമ്പിൽ പറയുമ്പോൾ അപ്പൻ അനുവദിക്കാത്തതാണ് നോ പറഞ്ഞോ, അതിൻ്റെ നഷ്ടം ദൈവം നികത്തിക്കോളും, അതിൻ്റെ നഷ്ടം ദൈവം നികത്തിക്കോളും. ചിലതിനൊക്കെ താൽക്കാലിക നഷ്ടമുണ്ട്. ചിലപ്പോൾ മനുഷ്യൻ പറയും ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറയും. അവൻ ബ്ലോക്ക് ചെയ്യാൻ ഒരു വഴി ബ്ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്ത് ദൈവഹിതത്തിൻ്റെ പൂത്തൻ വഴികൾ നിങ്ങളുടെ ലൈഫിനകത്ത് തുറന്നെടുത്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരപ്പനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ പറ, ദൈവഹിതമല്ലാത്തത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഞാൻ അതിനോട് നോ പറയും. റാബല ഷാഥന ജെനിസ്മാന റെകേരിയാപെൻ ബ്രൗഡമസിയാഥന. ആത്മാവിൽ ജനം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവഹിതമല്ലാത്തതിന് ചിലതിനകത്ത് നോ പറഞ്ഞാൽ കുഴപ്പമില്ല. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കടാക്ഷിക്കുന്ന, ദൈവം നിങ്ങൾക്ക് വേണ്ടി കടാക്ഷിക്കുന്ന, ദൈവ മഹത്വം നിങ്ങൾക്ക് വേണ്ടി കടാക്ഷിക്കുന്ന ഒരു പുത്തൻ കാലത്തെ ദൈവഹിതമല്ലാത്തതിനോട് നോ പറ. അപ്പൻ നിങ്ങൾക്ക് തുണ നിൽക്കും കേട്ടോ, അപ്പൻ നിങ്ങൾക്ക് തുണ നിൽക്കും. എത്ര പേർക്ക് ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ആത്മാവിനാൽ നാം ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യണം. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ അത് വ്യക്തിപരമായ പ്രാഗൽഭ്യം വരുത്തും. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ അതെൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ എനിക്കൊരു ധാർമ്മിക ധൈര്യം തരും. അങ്ങനെ ഞാൻ പരാജിതനല്ല, ഞാൻ ജയിക്കുന്നവനായിട്ട് മാറും. എത്ര പേർക്ക് ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒന്ന് കണ്ണുകളടയ്ക്കാൻ പറ്റും? കർത്താവേ, എനിക്ക് ജയിക്കണമെന്ന്. ചില മേഖലയിലൊക്കെ ഞാൻ തോറ്റു കിടക്കുക. ഇന്ന് പകൽ അങ്ങനെ ഒരു ജയത്തിന് വേണ്ടി സ്വർഗം എൻ്റെ കരം പിടിക്കണമെന്ന് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചോ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അപ്പനെ ധൈര്യത്തോടെ വിളിച്ചു തുടങ്ങിക്കോ. അപ്പാ എന്ന് വിളിച്ചു തുടങ്ങിക്കോ. ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടുന്നൊരു പകലായി മാറുക. ഇതൊരു അസാധാരണ എൻകൗണ്ടറിന്റെ പകലാ, ഇതൊരു ദൈവിക എൻകൗണ്ടറിന്റെ പകലാ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അന്തരാത്മാവിനെ രൂപപ്പെടുത്തുന്ന ദൈവിക രൂപപ്പെടുത്തലിന്റെ ഒരു പകലാ ഇന്ന് പകൽ മാറുക. ഒന്ന് പ്രാർത്ഥിച്ചോ, വായിക തുറന്ന് പ്രാർത്ഥിച്ചോ. ഒരു ദൈവത്തിന്റെ ജയമായി മാറുക, ദൈവത്തിന്റെ രൂപപ്പെടലായി മാറുക. ഞങ്ങളുടെ കർത്താവേ, അധികാരമുള്ള യേശുവിന്റെ നാമവും അങ്ങ് നൽകി ഞങ്ങളുടെ വചനവും ചൊല്ലി ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ആഴത്തെ തട്ടിൽ കർത്താവേ ഒരു രൂപാന്തരത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ഈ ജനത്തെ ദൈവ കടാക്ഷിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് കൊണ്ട് സ്തോത്രം. ജോസഫിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണെങ്കിൽ ചില ധാർമ്മിക ധൈര്യങ്ങൾ, ചില രൂപപ്പെടലുകൾ കർത്താവേ, ചില വ്യക്തിപരമായ പ്രാഗൽഭ്യങ്ങൾ, ഞങ്ങളുടെ പ്രാഗൽഭ്യങ്ങളെ തടയുന്ന, ഞങ്ങളുടെ പ്രാഗൽഭ്യങ്ങളെ കളയുന്ന ശാരീരികവും മാനസികവും ആത്മികവും ഭൗതികവുമായ മേഖലകളെ ഇന്ന് പകൽ ആത്മാവിൽ ജയിക്കാൻ ഈ ജനത്തിനു വേണ്ടി ദൈവകരം, ദൈവകൃപ ഇവിടെ റിലീസ് ആകുന്നത് കൊണ്ട് നന്ദി പറയുന്നു. അവരുടെ ബാരികൾ ചിലത് പൊളിഞ്ഞു മാറി ജനം തിരിച്ചു വന്ന് ആ ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കുന്ന ചിലതിനെ ദൈവം തിരിച്ചു പിടിച്ച് മടക്കിക്കൊണ്ടുവന്ന് ദൈവ ഇഷ്ടത്തിനകത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് കൊണ്ട് നന്ദി പറയുന്നു. അവരാത്മാവിനെ സ്പർശിക്കപ്പെടട്ടെ,
അങ്ങ് നൽകിയ വചനത്താലും അവിടുത്തെ ആത്മാവിനാലും ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവരനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ തുടർന്നുള്ള നിമിഷങ്ങളിലും ഈ വചനം അവരെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ഭവനങ്ങളിലും അത് സെൻസ് ചെയ്യട്ടെ. ഈ വചനം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. അവരുടെ കാതിൽ ഈ ശബ്ദങ്ങൾ മുഴങ്ങട്ടെ. കൃപ പകരണം. ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളും ശബ്ദമുയർത്തി നമ്മുടെ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ഈ പ്രാർത്ഥന കഴിഞ്ഞ് നാളെ നാം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, 20ാമത് പകൽ ഞാൻ കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി ജീവിപ്പാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പകൽ ഒരു രൂപീകരണം ഉണ്ടാകട്ടെ, സ്വഭാവത്തിൽ ഒരു രൂപീകരണം ഉണ്ടാകട്ടെ. ഒരു ധാർമ്മികമായ ധൈര്യം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൈമാറുന്ന ഒരു പകലായി മാറട്ടെ. ഒരാത്മീകൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ത് എന്നുള്ളതാണ് ഇന്ന് പകൽ നാം കേട്ട ദൈവിക സന്ദേശം. ആ സന്ദേശത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ ദൂതിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധി തങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാകൾ തുറന്ന് അധരങ്ങൾ ചലിപ്പിച്ച് ചില സെക്കൻഡുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ എന്നെ തന്നെ ഒരുക്കുന്ന കർത്താവേ, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുകയാണ്, എന്നെ സമർപ്പിക്കുകയാണ്, എൻ്റെ തലമുറയെ സമർപ്പിക്കുകയാണ്. ദുഷ്ടന്റെ ഇച്ഛകളെ ഈ പകൽ ആത്മാവ് ക്യാൻസൽ ചെയ്ത പകലാകണമേ. എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൂതിന് മുമ്പിൽ നമ്മെ തന്നെ സമണമായി സമർപ്പിക്കാം. ഈ പകൽ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. രാത്രിയാഗങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോട് ഉപയോഗിക്കുവാൻ ഈ കാലഘട്ടത്തിൻ്റെ കരുത്തുറ്റ ദൈവശബ്ദമാക്കി കർത്താവ് നിർത്തേണ്ടതിനായി നമുക്കെല്ലാവർക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അങ്ങനെ നാം എല്ലാവരും ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കോശി ഫിലിപ്പ് അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മധ്യാഹ്ന വേളയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഉപവാസത്തിൻ്റെ 20ാമത്തെ പകൽക്കാലം ദൈവസന്നിധിയിൽ മുട്ടമടക്കുവാനും പ്രാർത്ഥിപ്പാനും ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ ശക്തമായ ആരാധനയും തുടർന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു ഹിന്നർ ഹീലിംഗ് കർത്താവേ, സ്തോത്രം ദൈവജനത്തിൻ്റെ നടുവിൽ അയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രാഗൽഭ്യത്തോടെ മുന്നേറുവാൻ ഉള്ള ആഹ്വാനം ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നേറുമ്പോൾ വരും ദിവസങ്ങളിൽ ധാർമ്മികതയോടെ നിലകൊള്ളുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ചോർന്നു പോകാതെ ഈ കൃപയിൽ ജീവിപ്പാൻ ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികമായ തലത്തിൽ ഉപവസിക്കുന്നവരെ നീ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് ഐക്യതയോടെ മുന്നേറ്റത്തിനായി ദൈവത്തിന്റെ ആത്മാവിന്റെ ആഹ്വാനം ഇന്ന് പകൽക്കാലം പകരപ്പെട്ട ഹല്ലേലൂയ ഇന്നർ ഹീലിംഗ് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് കൃപ ചേരാതെ ജീവിപ്പ് എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിന്റെ പൂർത്തീകരണം വലിയ വിജയമായി തീരും. സഭയ്ക്ക് വലിയ വർധനവ് നൽകും. ആത്മീയവും ഭൗതികമായുള്ള തലങ്ങളെ ദൈവം പുഷ്ടിപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആത്മാക്കളുടെ വർധനവ് കൊണ്ട് കർത്താവെ സന്തോഷിപ്പാനിടയാക്കിയാട്ടെ. കർത്താവെ, ഉപവസിക്കുന്ന ജനത്തെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ വരും ദിവസങ്ങൾ കാണുവാൻ പകരപ്പെട്ട ആ ദൈവകൃപ വരും ദിവസങ്ങൾ ഉപയോഗിച്ച് കർത്താവേ, സ്തോത്രം, സ്തോത്രം, വലിയൊരു വിടുതൽ പ്രാപിപ്പാൻ നിന്റെ ജനത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി എല്ലാവരെയും വീണ്ടും ബലപ്പെടുത്തിയാട്ടെ. നാളത്തെ ഉപവാസം വളരെ വിജയകരമായി പൂർത്തീകരിപ്പാൻ സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി ഞങ്ങളെ സഹായിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം അനുഗ്രഹിക്കണമേ. ഉപവസിക്കുന്നവരും എല്ലാവരും ബലപ്പെടുത്തേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. ശക്തമായ ആത്മീയ ദൂത് ഹല്ലേലൂയ ആത്മാവ്
ആത്മാവിന്റെ ആലോചന, ആത്മാവിൽ നടക്കുവാനുള്ള ആഹ്വാനം ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നെങ്കിൽ, നിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചെങ്കിൽ, ഒട്ടും കൃപ ചോർന്നു പോകാതെ ഇത് ഏറ്റെടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. പരസ്പരം കരുതുവാൻ, സ്നേഹിപ്പാൻ, ഹല്ലേലൂയ, ദൈവവചന പ്രകാരം ജീവിപ്പാൻ, ആത്മാവിൽ നടക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇതെന്റെ ദാസനെ വീണ്ടും ശക്തമായി കാലഘട്ടത്തിൽ ഉപയോഗിക്കണം. അനേകരുടെ ഹല്ലേലൂയ വിടുതലിന് മുഖാന്തരമായി തീരത്തക്കവണ്ണം ശുശ്രൂഷകളെ മാനിച്ചാട്ടെ. ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ആദരിക്കും, സഭയെ അനുഗ്രഹിക്കും. ഒരുമിച്ച് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വൈകുന്നേരത്തും വലിയ ദൈവസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നടത്തും. ഒരുമിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം. വിടുതലയച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം ചെയ്യാം. ഒരു വിടുതൽ നമ്മുടെ മധ്യത്തിൽ പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. ഇന്ന് വൈകിട്ട് കൃത്യം 6:30 തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. നാളെ രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ ഇവിടെ വെച്ച് സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കും. രാവിലെ നാളത്തെ ആരാധന 10:30-ക്കല്ല, 10 മണിക്കാണ്. 10 മണി മുതൽ 1 മണി വരെ ആയിരിക്കും നാളത്തെ സമാപന ആരാധന. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിജി അലക്സാണ്ടർ അവറുകൾ, PMG ചർച്ചിൻ്റെ കേരള സീറ്റ് പ്രസിഡന്റ്, നമ്മുടെ മധ്യേ ദൈവജനം ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. കർത്താവിൻ്റെ മേശയും അതിൽ മീറ്റിങ്ങിലുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യം 10 മണിക്ക് തന്നെ കടന്നു വരുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. സഹോദരിമാരോട് വിശേഷിച്ച ഒരു കാര്യം ഓർപ്പിക്കുന്നു. നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള, ആരാധനയ്ക്ക് ശേഷമുള്ള കഞ്ഞിക്കായുള്ള ചില ക്രമീകരണങ്ങൾ, പുറത്ത് ചില പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൂടെ ഒന്ന് സഹോദരിമാർ സഹകരിക്കണമെന്ന്, ആ കാര്യത്തിൽ കൂടെ സഹകരിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ.